നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിന്റെ 2ാം വാർഷികത്തിൽ ആയുധം വെച്ച് കീഴടങ്ങാനുള്ള സമ്മതത്തിലേക്ക് ഹമാസ് എത്തുന്നു. ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വ്യവസ്ഥകളിൽ ഭൂരിഭാഗവും ഹമാസ് അംഗീകരിക്കാനാണ് സാധ്യത. മറിച്ചാണെങ്കിൽ ദുരിതക്കയത്തിലായ ഗാസയിലെ അവശേഷിക്കുന്ന ജനങ്ങളുടെ ജീവിതം നരകതുല്യമാകും. കരാർ ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ ഗാസ മുനമ്പിലേക്ക് ഉടനടി സഹായം എത്തിക്കുമെന്ന് ഒത്തുതീർപ്പ് നിർദ്ദേശത്തിലുണ്ട്. തകർന്നു തരിപ്പണമായ ഗാസയെ പുനർനിർമ്മിക്കുമെന്നും വാഗ്ദാനം. ഇസ്രായേലിന്റെ സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കുന്ന ഹമാസിന്റെ കീഴടങ്ങലിൽ ഇനി ആയുധം എടുക്കില്ലെന്ന ധാരണയും വേണ്ടിവരും. എല്ലാം അംഗീകരിക്കില്ലെന്ന് ഹമാസ് സൂചന നൽകുമ്പോൾ ഗാസയ്ക്ക് അടുത്ത 24 മണിക്കൂർ അതിനിർണായകം. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഹമാസ് കീഴടങ്ങാൻ തയ്യാറാകുമോ? ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചു കഴിഞ്ഞു. ഹമാസ് ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറാകുമോ? അമേരിക്കൻ സമയം നാളെ വൈകിട്ട് 5 മണി വരെയാണ് ഇതിനുള്ള സമയം അമേരിക്ക നൽകിയിരിക്കുന്നത്. അതിനകം സമാധാന പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ നരകതുല്യമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപ്. ഭാഗികമായി അംഗീകരിക്കുമെന്നുള്ള സൂചനയാണ് ഹമാസിൽ നിന്ന് കിട്ടുന്നത്. അതുമാത്രം മതിയാകുമോ? ശ്രീ മോഹൻ വർഗീസ്, ശ്രീ എം എസ് വേണുഗോപാൽ, ശ്രീ സി കെ ഷാക്കിർ, ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇത് ഇരുപക്ഷവും തമ്മിൽ ഇരുന്നുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ സൂചനകൾ മാത്രമല്ലേ ഇപ്പോഴുള്ളൂ? ഗാസ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിക്കാൻ പോവുകയാണ്. പക്ഷേ ഇത് എത്രമാത്രം വിശ്വസനീയമാണ്? ശ്രീ മഞ്ജുഷ്, ഗാസ സമാധാന പദ്ധതി അംഗീകരിച്ചു എന്ന നിലയിലുള്ള പ്രചരണമാണ് വരുന്നതെങ്കിൽ പോലും ഹമാസ് അതിൻ്റെ ചില വ്യവസ്ഥകൾ മാത്രമേ അംഗീകരിച്ചതായി അറിവുള്ളൂ. നോക്കൂ, ഹമാസിന് മുന്നിൽ വെച്ച ഒരു പദ്ധതി, അതിൽ ഹമാസിൻ്റെ പങ്കാളിത്തമില്ലാതെ, ചർച്ചകളിൽ ഹമാസിൻ്റെ സാന്നിധ്യം ഇല്ലാതെ, മധ്യസ്ഥന്മാർ കൊടുത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് അറബ് രാജ്യങ്ങളുമായി സംസാരിച്ചു. അതായത് UN ജനറൽ അസംബ്ലിയുടെ സൈഡ് ലൈനിൽ വെച്ച് തയ്യാറാക്കിയ പദ്ധതി. ആ പദ്ധതി ഹമാസ് പൂർണ്ണമായിട്ട് അംഗീകരിക്കണമെങ്കിൽ 2-3 കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണം. ഒന്ന്, ഹമാസ് ആയുധം താഴെ വെക്കാൻ തയ്യാറാവണം. ഇപ്പോഴും ഹമാസ് അത് പറയുന്നില്ല. ട്രംപ് മുന്നോട്ട് വെച്ച ഹമാസ് അത് അംഗീകരിച്ചിട്ടില്ല. അത് അറബ് രാജ്യങ്ങൾ അത് ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കും എന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. 2, ഈ ബന്ദികളെ ഒറ്റയടിക്ക് വിടുമോ അതോ ഘട്ടം ഘട്ടമായിട്ട് വിടുമോ? 20 ബന്ദികളെ വിട്ടയക്കാം. 20 എന്നല്ല, ജീവിച്ചിരിക്കുന്ന എത്ര പേരാണോ അത്രയും. 48 ബന്ദികളാണ് ഇനിയും കാണാനുള്ളത്. അവരിൽ 20 പേരോളം ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് അനുമാനം. മറ്റുള്ളവർ ഒരുപക്ഷെ മരണപ്പെട്ടിരിക്കാം. ജീവനുള്ള ബന്ദികളെ ഒറ്റയടിക്കാണോ പലതായിട്ടാണോ കൈമാറുന്നത്? രണ്ടാമത്തെ കാര്യം. 3, ഹമാസിനെ എങ്ങനെയാണ് ഭാവി ഗാസ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഭാവി ഡിസ്പെൻസേഷൻ്റെ ഭാഗമാക്കി കാണുക? ഇപ്പോൾ പറയുന്ന ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ഹമാസിൻ്റെ ഗാസയുടെ ചുമതലയിലേക്ക് വരുന്നത്. അത് ഗ്ലോബൽ ടെക്നോക്രാറ്റുകളല്ല, പലസ്തീനിയൻ ടെക്നോക്രാറ്റ്. അവർ ഗാസയിൽ നിന്നുള്ളവരാണോ, വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവരാണോ, അതോ മറ്റേതെങ്കിലും പ്രവാസ ജീവിതത്തിൽ നിന്ന് തിരിച്ച് ഗാസയിൽ എത്തി ചുമതലയേറ്റെടുക്കുകയാണോ? അവരായിരിക്കും താൽക്കാലിക സംവിധാനത്തിൽ ഇപ്പം ധനകാര്യത്തിന് ചുമതല, പുനരധിവാസത്തിന് ചുമതല, വിദേശകാര്യത്തിന് ചുമതല, ഇതൊക്കെ വഹിക്കേണ്ട ആളുകൾ. അവർക്ക് മേൽ ഒരു സുപ്രീം അതോറിറ്റി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയും അതുക്കും മേലെ ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ ഹമാസിന് ഒരു പക്ഷേ പറയാൻ സാധ്യതയുള്ള 2-3 കാര്യങ്ങൾ മനസ്സിൽ വരുന്നത് സൂചിപ്പിക്കട്ടെ. ഒന്ന്, ഇതൊരു യുണൈറ്റഡ് നേഷൻസിൻ്റെ പങ്കാളിത്തം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രസ്റ്റിഷിപ്പ് അല്ല, UN ട്രസ്റ്റിഷിപ്പ് അല്ല ഇവിടെ വരാൻ പോകുന്നത്. ഒരു പ്രൈവറ്റ് ട്രസ്റ്റിഷിപ്പാണ് ഹമാസിന് വേണ്ടി അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടി വരാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രൈവറ്റ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് അത്ര പരിചിതമായ ഒരു കാര്യമല്ല. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രൈവറ്റ് ട്രസ്റ്റിഷിപ്പ് എത്രത്തോളം ബലവത്താകും? അതൊന്ന്. 2, യുദ്ധത്തിൽ കുറ്റവാളികളുണ്ടാകാം, യുദ്ധക്കുറ്റങ്ങളുണ്ടാകാം, നഷ്ടപരിഹാരങ്ങളുണ്ടാകാം. ഏത് മഹായുദ്ധവും അവസാനിക്കുമ്പോൾ ചില കണക്കുകൾ അവിടെ തീർക്കേണ്ടതുണ്ട്. അതായത് കണക്ക് തീർക്കൽ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നഷ്ടപരിഹാരം. ഗാസയ്ക്ക് വേണ്ടി ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു. അങ്ങനെയെങ്കിൽ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ജർമ്മനിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ തോറ്റ ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ജപ്പാൻ്റെയും കയ്യിൽ നിന്നും വലിയ തുക ഈടാക്കിയത്
അല്ലെങ്കിൽ യുദ്ധ അവസാനം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സൂചനയുമില്ല. അല്ല, പക്ഷേ ഗാസയുടെ പുനർനിർമ്മാണം എന്നുള്ള നിർദ്ദേശം അമേരിക്ക അത് അറബ് രാജ്യങ്ങൾ അത് ഇറക്കിടും. അല്ലാതെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരവും ഉണ്ടാവുകയില്ല. മൂന്നാമതൊരു കാര്യം കൂടെ, ഇതിനുശേഷം ഒരു ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഗാസ അതേക്കുറിച്ച് ഒരു സംസാരവുമില്ല. കാരണം ഗാസയുടെ ജനങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഗാസയുടെ പുനർനിർമ്മാണത്തിനോ ഭരണകൂടത്തിൻ്റെ നിർമ്മാണത്തിലോ ഗാസ ജനങ്ങളുടെ അഭിപ്രായം ഇവിടെ സ്വീകരിക്കുന്നതേയില്ല. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഹമാസിന് മറുപക്ഷത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങളെങ്കിലും വാദിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒരുപക്ഷെ അവർ കൂടുതൽ സമയം ചോദിക്കുന്നത്. സി കെ ഷാക്കിർ, പക്ഷേ ഇതൊരു കീഴടങ്ങുവാനുള്ള നിർദ്ദേശമായിട്ട് തന്നെ കാണേണ്ടി വരുമല്ലോ. കാരണം ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതാണല്ലോ ഒരു അന്ത്യശാസ്ത്രം നൽകുകയും അതോടൊപ്പം തന്നെ മരണം പെയ്തിറങ്ങും, അല്ലേ, നരകം പെയ്തിറങ്ങും എന്ന രീതിയിലുള്ള ഒരു പരാമർശം കൂടി വരുന്നതും. അതായത് ഇത് ആയുധം വെച്ച് കീഴടങ്ങുക, അതാണ് നിരായുധീകരണം. ഇസ്രായേലിന് മുന്നിൽ ഹമാസിനോട് കീഴടങ്ങാനുള്ള ആവശ്യമാണ്, അല്ലേ? അങ്ങനെ തന്നെ പറയാമല്ലോ. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വിവരവും മഞ്ജുഷ് ഇവിടെ വ്യാഖ്യാനിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. അതായത് ഒരു ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായിട്ട് അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുമ്പോൾ ആ ഇസ്രായേലിന് പിന്തുണ നൽകിയിരുന്ന ഒരു വൻശക്തിയായി അമേരിക്ക ഇപ്പോ ഇത് നിർത്തിവെക്കാൻ വേണ്ടി ഒരു ഉപാധി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആ ഉപാധി യഥാർത്ഥത്തിൽ ഏകപക്ഷീയമല്ല. നിങ്ങളത് ഇപ്പൊ നമുക്കൊക്കെ കിട്ടുന്ന വിവരം അനുസരിച്ച് നമ്മൾ ചില ലോക മാധ്യമങ്ങളുടെ റിപ്പോർട്ടൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ 20 ആളുകളെയാണ് അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ 1000 പേര് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊരു ഉടമ്പടിയാണ്, ഇതൊരു കീഴടങ്ങലാണ് എന്നുള്ളത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് മനസ്സിലായിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കണം, ഇത് അതിക്രൂരമായ നടപടിയാണ് ഇസ്രായേലിന്റെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. ആ ഇസ്രായേലിന് എല്ലാ കാലത്തും പിന്തുണ കൊടുത്തിട്ടുള്ള അമേരിക്ക തന്നെ ഇതിന് ഇപ്പോ ട്രംപിന്റെ ഭാഷ നമ്മൾ കണ്ടു, ഭീഷണി സ്വരമാണ് അല്ലെങ്കിൽ ദുരന്ത ഭീതനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതിന്റെ ടേംസ് നിങ്ങൾ പരിശോധിച്ചോന്നറിയില്ല. ഇപ്പൊ ഇവര് ധാരണയായി, ഏകദേശ ധാരണയായി അല്ലെങ്കിൽ പകുതി ധാരണയായി എന്ന് പറയുന്നത് പോലും ഇവിടുന്ന് കൊടുക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകളെ ഇങ്ങോട്ട് കൊടുത്തേക്കുന്നത്. അതും അതിനേക്കാൾ വലിയൊരു സംഗതി, അടുത്ത കാലത്തായി അവിടെ മരുന്നില്ല, ഭക്ഷണ സാധനങ്ങളില്ല, അതിനൊക്കെ അവസരം ഒരുക്കും എന്ന് കൂടി ഉപാധിയിലുണ്ടല്ലോ. അപ്പൊ അതെന്താ നിങ്ങൾ കണക്കിലെടുക്കാത്തത്? ഇതിന്റെ ഒരു കൃത്യമായ ഇപ്പോ ഒരു വിവരവും ഇപ്പോ നിങ്ങൾക്ക് കിട്ടിയോന്നറിയില്ല. ഞാൻ ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു കൃത്യമായ ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എത്തിയത് എന്ന് പറയപ്പെടുന്നത് പല മാധ്യമങ്ങളും പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ഇങ്ങനെയാണ്, 1000-ഓളം ഫലസ്തീനികളെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കുമ്പോൾ പകരമായി ഇവർക്ക് ഈ ഗസയിലേക്ക് ഈ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഇവർക്ക് അത്യാവശ്യമായ അവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കാൻ സഹായം കൊടുക്കുന്നു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു കീഴടങ്ങലായിട്ടാണോ അല്ലെങ്കിൽ ഒരു അനുരഞ്ജനമായിട്ടാണോ അല്ലെങ്കിൽ ലോകത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാനാണോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കൊല്ലുന്ന ഏർപ്പാട് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തി അവസാനിപ്പിക്കണമെന്നാണ്. അത് മഞ്ജുഷാണെങ്കിൽ ഞാനാണ് ഈ ചർച്ചയിൽ വന്നത്, എല്ലാവരും അങ്ങനെ തന്നെ നമ്മുടെ സമാധാനം വരണമെന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. കാരണം ഗാസയിലെ ജനങ്ങളുടെ ദുരിതം നമ്മൾ ഓരോ ദിവസവും കാണുന്നതാണ്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം വരുന്നത്, ഈ യുദ്ധത്തിന് ശേഷം ഹമാസിന് ഒരു റോളും ഉണ്ടാകാത്ത രീതിയിലുള്ള സമാധാന നിർദ്ദേശങ്ങൾ എന്നതിലേക്ക് തന്നെയാണല്ലോ. അതിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, യുദ്ധം അവസാനിപ്പിക്കാന്നുള്ളത് വളരെ സ്വാഗതാർഹല്ലേ? നിരപരാധിയായിട്ടുള്ള മനുഷ്യരല്ല ഈ ഇസ്രായേൽ ഇങ്ങനെ എന്താ പറയാ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതി ശരിക്കും ഇസ്രായേലിനേക്കാളും വലുത് അമേരിക്കയാണ്. നമ്മൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ കൂടി നോക്കണം. 1917 ഈ അമേരിക്കയിലെ 1-ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയ്ക്ക് വേണ്ടി പിന്തുണ കൊടുത്തിരുന്ന അമേരിക്കയിലെ ജൂതന്മാരുടെ സമ്പത്തിന് പകരമായി അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർക്ക് ഇങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക്, സ്വന്തമായ രാജ്യത്തിലേക്ക് ആദ്യമായി പിന്തുണ കൊടുത്ത് ഇപ്പോഴും അതിന് ആവശ്യമായ പ്രോത്സാഹനം നൽകി, ആയുധം നൽകി പോറ്റി വളർത്തുന്ന അമേരിക്കയാണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഐക്യരാഷ്ട്ര UN അസംബ്ലിയിൽ വീറ്റോ ചെയ്തത് അമേരിക്കയല്ലേ. എല്ലാ രാജ്യങ്ങളും ഇത് യുദ്ധം നിർത്തിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു ലജ്ജയുമില്ലാതെ നമ്മളൊക്കെ നിങ്ങൾ മാധ്യമ പ്രവർത്തനം എനിക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ശരിക്കും ഭീകരത ഹമാസിനേക്കാൾ വലുത് അമേരിക്കയും ഇസ്രായേലും അല്ലേ? ആണല്ലോ. യാതൊരു നിക്കകളില്ലാണ്ടാണ് ഇപ്പൊ അമേരിക്ക എന്ത് ചെയ്യുന്നത്? ഈ മധ്യസ്ഥന്റെ റോളിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടി ഒരു ഭീഷണി സ്വരമായിരുന്നു പുറത്തേക്ക്. എന്നാൽ ചർച്ചകളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇസ്രായേലിന് നിരന്തര കുഴപ്പങ്ങളുണ്ട്. നെതന്യാഹു വലിയ ആഭ്യന്തര പ്രശ്നം നേരിടുന്നുണ്ട്. ആ ആഭ്യന്തര പ്രശ്നം എന്താണ്? ഈ ഹമാസും അല്ലെങ്കിൽ അവരെ പിടിച്ചു വെച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ഒരുപാട് പൗരന്മാരുണ്ട്.
അല്ലെങ്കിൽ സൈനികരുണ്ട്. അവരെ തിരിച്ചു കിട്ടാത്തത് കൊണ്ട് അവിടുത്തെ രാജ്യത്തെ ആളുകൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അത് പലപ്പോഴും അവർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അതിന്റെ സമ്മർദ്ദം കൂടി സഹിക്കാൻ കഴിയായിട്ടാണ് ഈ രീതിയിൽ ഒരു സമ്മർദ്ദത്തിൽ ഒരു അനുരഞ്ജനത്തിലേക്ക് അവർ വരുന്നത്. ശരി, ഞാൻ നമ്മുടെ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ എം എസ് വേണുഗോപാൽ, രാജ്യങ്ങൾ അങ്ങനെയാണോ ഒരു ആ സമ്മർദ്ദം നിലവാരം ഇസ്രായേലിന് മേലുണ്ട്, അതുകൊണ്ട് ഇസ്രായേൽ ആ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് വഴങ്ങുകയാണ് എന്ന്? അതിൻ്റെ പിക്ചർ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പീസ് പ്ലാനിൻ്റെ തലേ ദിവസത്തെ അന്തരീക്ഷം എന്താണ്, അന്താരാഷ്ട്ര അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അന്തരീക്ഷം എന്തായിരുന്നു? അറേബ്യൻ രാഷ്ട്രങ്ങൾ നാറ്റോ ശക്തി രൂപീകരിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ നിൽക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അവരുടെ നാറ്റോ ശക്തിയും കൂടെ ചേർന്ന് ഇസ്രയേലിൽ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ശരിക്കും പ്രതിയായി നിന്നത് US-ഉം ഇസ്രയേലും മാത്രമായിരുന്നു. US ഖത്തറിൽ ബേസ് ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിൻ്റെ ആക്രമണത്തെ സംരക്ഷിക്കാൻ നിന്നില്ല എന്നുള്ള വിഷമം അവർക്ക് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ US-ഉം ഇസ്രയേലും ലോകത്ത് രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടുകയാണ് ചെയ്തത്. ആ ഒറ്റപ്പെട്ടതിനെ സുന്ദരമായ ഒരു പീസ് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു ചീറ്റ് പ്ലാനും കൊണ്ടുവന്ന് ലോകത്തിൻ്റെ മനസ്സാക്ഷിക്ക് മുമ്പിൽ ഒരു മറയിട്ടുകൊണ്ട് ഒന്നാന്തരമായിട്ട് ഒരു പറ്റിപ്പാണ് നടത്തിയത് എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇത് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളത് സത്യമാണ്. ഈ പീസ് പ്ലാനിൽ പറയുന്നത് എന്താണ്? ഈ പീസ് പ്ലാൻ ആരാണ് തയ്യാറാക്കിയത്? ഈ പീസ് പ്ലാൻ തയ്യാറാക്കാനായിട്ട് നെതന്യാഹു അമേരിക്കയിൽ പോകുന്നു. ട്രംപും നെതന്യാഹുവും കൂടെ ഇരുന്ന് പീസ് പ്ലാൻ തയ്യാറാക്കുന്നു. എന്നിട്ട് ട്രംപ് വിധം മാറിയ വിധത്തിൽ നിൽക്കുന്നു. നെതന്യാഹുവിനോട് കണ്ണുരുട്ടുന്നു. പെട്ടെന്ന് തന്നെ ഖത്തറിലെ പ്രൈം മിനിസ്റ്ററെ വിളിക്കൂ, അദ്ദേഹത്തോട് മാപ്പ് പറയൂ, ഞാൻ ഇവിടെ പുറത്തിറക്കുന്ന ഈ 20 പോയിൻ്റ് പീസ് പ്ലാൻ നിങ്ങൾ അംഗീകരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒച്ച വയ്ക്കുകയും ഇതെല്ലാം കേട്ടിട്ട് ഉടനെ തന്നെ ഇതൊരു യഥാർത്ഥ പീസ് പ്ലാൻ ആണെന്നുള്ള മട്ടിൽ പല ലോകരാഷ്ട്രങ്ങളും അവർക്ക് സല്യൂട്ട് അടിക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ അനുകൂലിച്ചപ്പോൾ ഹമാസിന് മറ്റൊരു ഗതിയില്ലാതായിപ്പോയി. മരിക്കൂ അല്ലെങ്കിൽ കീഴടങ്ങൂ എന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം. നരകം തലയ്ക്ക് മേൽ വീഴാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നിങ്ങൾ ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ കീഴടങ്ങുക. ഹമാസിന് മറ്റൊരു മാർഗമില്ല. അവർക്ക് ഒരു ലാസ്റ്റ് അഭയമെന്ന് പറയാവുന്ന ഖത്തർ പോലും അവർക്ക് ഒരു താവളമായിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായതെന്നുള്ളതാണ് സത്യം. എന്നാൽ പോലും അവർ മീഡിയേറ്റർ വഴി പറഞ്ഞത് ഞങ്ങളിത് പൂർണ്ണമായിട്ട് അവർ ട്രംപിനെ പ്രകീർത്തിച്ചു. ട്രംപിനോട് പറഞ്ഞു ഈ പീസ് പ്ലാൻ കൊണ്ടുവന്ന ട്രംപിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. മറ്റു രാഷ്ട്രങ്ങൾ പറയുന്ന പോലെ ഹമാസും മീഡിയേറ്റർ വഴി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് പൂർണ്ണമായും ഞങ്ങൾ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറില്ല, ഞങ്ങൾക്ക് കുറേ നെഗോസിയേഷൻസ് നടത്താനുണ്ട്, ആ നെഗോസിയേഷൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒക്കൂ. ഇപ്പോൾ ഗാസയിലുള്ള ബന്ദികളെ അതിൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് ഗാസയ്ക്കാണ്. തീർച്ചയായിട്ടും അതല്ലേ ഞാൻ പറഞ്ഞത്, ഇത് പീസ് പ്ലാൻ അല്ല, ഒരു ചീറ്റ് പ്ലാൻ ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് ഹമാസിനറിയാം, അറബ് രാഷ്ട്രങ്ങൾക്കും അറിയാമെന്നാണ് പൂർണ്ണമായും നമുക്കൊക്കെ വിശ്വസിക്കേണ്ടത്. കാരണം അവരുടെ തലയിലും ബുദ്ധിയാണല്ലോ ഉള്ളത്, അവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഒരുപക്ഷെ മെഡിറ്ററേനിയൻ മേഖലയിൽ അവിടുത്തെ സീ ഉൾപ്പെടെ ട്രേഡ് ഉൾപ്പെടെ അതുപോലെ തന്നെ വെസ്റ്റ് ഏരിയ മുഴുവൻ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പോവുകയും അതിശക്തമായിട്ട് അതാണ് അമേരിക്ക പറഞ്ഞത്, ഈ പീസ് പ്ലാൻ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങും. പിന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ഇസ്രായേൽ ആയിരിക്കില്ല, ഞങ്ങളായിരിക്കും മുമ്പിട്ട് ഇറങ്ങുക എന്നുള്ള മട്ടിലാണ് ട്രംപ് വാചകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ വിപത്തിലേക്കാണ് പോകുന്നത് എന്ന് എല്ലാ അർത്ഥത്തിലും ചേട്ടനും അനിയനും കൂടെ തീരുമാനിച്ചിട്ട് നെതന്യാഹു ഇപ്പോഴും പറയുന്നത് അമേരിക്കയുടെ പ്ലാൻ, ട്രംപിന്റെ പ്ലാൻ എന്നാണ്. പക്ഷേ ഇത് അവർ രണ്ടുപേരും കൂടെ ചേർന്ന ഉണ്ടാക്കിയ പ്ലാനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഷാക്കിർ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, ഇസ്രായേൽ ഇവിടെ സമ്മർദ്ദത്തിന് അടിപ്പെടുകയായിരുന്നു എന്ന്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ യോജിക്കാൻ കഴിയില്ല. കാരണം എന്താണ് ആ പീസ് പ്ലാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ആർക്കാണ് കൂടുതൽ ബൈൻഡിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് അതിനോട് റെസിസ്റ്റൻസ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നോക്കൂ, ഇതിലെ നിർദ്ദേശങ്ങൾ ഭൂരിപക്ഷവും ബാധകമായിരിക്കുന്നത് ഹമാസിനാണ്. ഹമാസിൻ്റെ കറൻ്റ്ലി ഉള്ള ഒരു പൊസിഷനെയാണ് അത് ഓൾട്ടർ ചെയ്യുന്നത്. നേരെ മറിച്ച് ഗ്രാജുവലായിട്ടുള്ള ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം എന്ന് പറയുന്നതോ മറ്റ് ഉപാധികളോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇസ്രായേൽ ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഇസ്രായേൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അവരുടെ പൊസിഷനാണ്. അതായത് അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുമെന്നതിനെക്കുറിച്ച്
IDF പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ഗവൺമെൻറ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുതുതായിട്ടുള്ള ഒരു കാര്യവും ഇസ്രായേലിനെ ഫോഴ്സ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. രണ്ടാമത്തെ കാര്യം, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഹമാസിന്റെ ഗാസ സ്ട്രിപ്പിലുള്ള അധികാരത്തിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുകയും ഹമാസിനെ നിരായുധീകരിക്കുകയും ചെയ്യുക എന്നുള്ള പർപ്പസിലാണ്. ആ പർപ്പസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലാനിനെ നമുക്ക് എങ്ങനെയാണത് ഹമാസിന് അനുകൂലമാണ് എന്നോ അല്ലെങ്കിൽ അത് ഇസ്രായേലിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നോ പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ട്രംപ് പറയുന്നതാണ് ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ് എന്നാണ്. ആരോടാ പറയുന്നത്? ഹമാസിനോടാ പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരാളിനോട് നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്തു, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്, അത് കഴിഞ്ഞില്ല, അത് നിങ്ങൾ ആ സമയത്തും അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ മറ്റൊരാളും ഈ ലോകത്ത് കണ്ടിട്ടില്ലാത്ത വിധമുള്ള നരകമാണ് നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്നൊരാളിനോട് പറഞ്ഞാൽ അയാളാണ് വിജയി എന്നൊക്കെ പറയേണ്ടത്. എന്ത് തരത്തിലുള്ള കോമൺ സെൻസ് ആണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഒരാളിനെ വിളിച്ചിരുത്തിയിട്ട് നീ ഇത് എടുത്തോ, ഇത് നിനക്ക് എടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നിനക്ക് നരകമാണ് കിട്ടാൻ പോകുന്നത് എന്നൊരാളിനോട് വാൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളുടെ ജയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെടുന്ന ആളിനോട് പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല സത്യമായിട്ടും. തന്നെയല്ല, നോക്കൂ, ഇതിൽ സീസ് ഫയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹോസ്റ്റേജസിനെ കൈമാറ്റം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ആ നമ്പേഴ്സ് വെച്ചിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് പറയുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഷാക്കിർ അതുകൂടി പറഞ്ഞു, അതായത് റിലീസ് ചെയ്യേണ്ടുന്ന ഹോസ്റ്റേജസിന്റെ എണ്ണത്തിനേക്കാൾ എത്രയോ കൂടുതലാണ് പ്രിസണേഴ്സിന്റെ എണ്ണമെന്ന്. അത് അവരുടെ രാജ്യം അവരുടെ പൗരന്മാരെ അത്രത്തോളം വിലമതിക്കുന്നു എന്നതുകൊണ്ടാണ്. അവർ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആൾക്കാരെ മാത്രമല്ലേ തിരിച്ചു ചോദിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതല്ലാതെ ഞങ്ങൾ കുറച്ചുകൂടെ ആൾക്കാരെ എവിടെ നിന്നെങ്കിലും നിങ്ങൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുതരണം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എന്തിലാണ് ഹമാസ് ഇപ്പോഴും ഉടക്കി നിൽക്കുന്നത്? പൂർണ്ണമായിട്ടുള്ള ഡിസാർമമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഡീമിലിറ്ററൈസേഷൻ അത് പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹമാസിന് അവിടെയുള്ള എല്ലാവിധ ഒഫൻസീവ് കേപ്പബിലിറ്റിയും അവർക്ക് നഷ്ടപ്പെടും, മിലിറ്ററി കേപ്പബിലിറ്റി നഷ്ടപ്പെടും. അവിടെയുള്ള ടണലുകളിലാണെങ്കിലും വെപ്പൺ സ്റ്റോക്ക് പൈലിലാണെങ്കിലും എല്ലാം തന്നെ അവർക്ക് അതിനെ എല്ലാം തന്നെ സറണ്ടർ ചെയ്യേണ്ടി വരും. അങ്ങനെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ ഗവേണൻസിൽ, അവിടുത്തെ ഓപ്പറേഷൻസിൽ ഒരു തരത്തിലുമുള്ള പങ്കില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം പിന്നെന്താണ്? ആ ട്രാൻസിഷണലായിട്ട് വരുന്ന ഗവൺമെന്റിൽ അതിന്റെ ഗവേണൻസിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ട് എന്നാണോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ഓവർസൈറ്റോട് കൂടിയിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത് എങ്കിൽ അതിലൊന്നും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള കൺട്രോളും ഇല്ല എന്നുള്ളതാണ്. പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും? ഇവരുടെ സർവൈവിംഗ് ആയിട്ടുള്ള നേതാക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലോബി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ഷോർട്ട് ടേം പോസിബിലിറ്റീസ് അല്ല. എന്ന് വെച്ചാൽ അവിടെ ഒരു ലാസ്റ്റിംഗ് പീസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് താല്പര്യമെങ്കിൽ ഒരു ഇന്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റിയുടെ കീഴിലോ മറ്റോ, അല്ലെങ്കിൽ അമേരിക്ക തന്നെ അതിനു വേണ്ടിയിട്ടൊന്നുമല്ലോ ഫോറം ഒക്കെ തന്നെ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇതിലെ ഒരു പ്ലെയർ ഇനി വേണ്ട, ഹമാസ് ടോട്ടൽ ഡിസാർമമെന്റ് ആണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവരാണ് അതിൽ ജയിക്കുന്നത് എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയുക? ഞാൻ പറയുന്നത്, നമ്മൾ ജയിച്ചതിന് ശേഷം, ഈ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് പിന്നീട് ഉണ്ടാകാൻ പറ്റുന്ന ആ ഒരു റീജിയനിലെ വേൾഡ് ഓർഡർ, അല്ലെങ്കിൽ വേൾഡ് ഓർഡറിലെ റീജിയണൽ ഓർഡർ എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അത് എഗ്രി ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഹമാസ് ഇല്ല. ഹമാസിന്റെ നിരായുധീകരിച്ചു, ഹമാസിന്റെ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇല്ലാതെയായി മാറുന്നു. അതിനുശേഷം ഈ ഓൾ ഹെൽ വിൽ ബ്രേക്ക് ലൂസ് എന്ന് പറയുന്നത് കേട്ടിട്ട് അവർ കീഴടങ്ങുകയാണ് എങ്കിൽ, ട്രാൻസിഷണൽ ഗവൺമെന്റിൽ അവർക്ക് പങ്കില്ല എങ്കിൽ പിന്നെ അവരാണ് ജയിച്ചതെന്ന് നമുക്ക് പറഞ്ഞതുകൊണ്ട് മതിയാകുമോ? ഇത് പാകിസ്ഥാൻ പിന്നെ അവിടെ കറാച്ചിയിലും മറ്റും വിക്ടറി പരേഡ് നടത്തിയതിന് തുല്യമല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? നമ്മളാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിട്ട് പാകിസ്ഥാനെ ഇല്ലാതെയാക്കിയത്. പാകിസ്ഥാന്റെ മിലിറ്ററി കേപ്പബിലിറ്റിയെ നമ്മൾ ഇല്ലാതെയാക്കി. അവരുടെ പിന്നെ 13ഓളം അവരുടെ എയർബേസസുകളെ നിർവീര്യമാക്കി. അവിടെ നിന്ന് വിമാനങ്ങൾ പറന്നു വരുന്നില്ല. പക്ഷേ വിജയാഘോഷം നടത്തിയത് ആരാ? പാകിസ്ഥാനാണ്. അവരാണ് അവിടെ വലിയ മിലിറ്ററി പരേഡും കാര്യങ്ങളും നടത്തി, സിവിലിയൻ പരേഡ് നടത്തി. എന്നിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു. സത്യത്തിൽ അവൻ പരാജയപ്പെട്ടതല്ലേ? നമ്മളിതിന്റെ എൻഡ് റിസൾട്ട് അല്ലേ നോക്കേണ്ടത്? ഇപ്പൊ നൂർഖാൻ എയർബേസിൽ നിന്ന് പാകിസ്ഥാന്റെ ഒരൊറ്റ യുദ്ധവിമാനവും പറന്നു പൊങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം നമ്മളവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണ് ജയിച്ചതെന്ന് പാകിസ്ഥാൻ പറയുന്നതിന് തുല്യമല്ലേ? നീ ഇനി വേണ്ട, നീ ഡിസാം ചെയ്യപ്പെടുന്നു, നീ ഇനി ട്രാൻസിഷണൽ ഗവർണൻസിൽ ഇല്ല എന്നൊരാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് ജയിച്ചത് എന്ന് പറയുന്നത് ആ ആറ്റിറ്റ്യൂഡിന് തുല്യമല്ലേ? അങ്ങനെയാണോ ഇവിടെ സത്യത്തിൽ സംഭവിക്കുക? നോക്കൂ, ഇപ്പോൾ ഇവിടെ ഹമാസിന്റെ കയ്യിലുള്ള ഒരേ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് ഇവർക്ക് ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത്. അതായത് ആൾക്കാരെ വിട്ടുകൊടുക്കുന്നതിന് അവർക്ക് പ്രശ്നമില്ല, പ്രിസണേഴ്സിനെ അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് വിട്ടുകിട്ടുന്നുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. അവിടെ ലാസ്റ്റിംഗ് പീസ് വരികയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന റെസിസ്റ്റൻസ് ഇല്ലാതെയാകും. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നീട് സ്റ്റോക്ക് പൈൽ പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അമേരിക്ക തന്നെ ഇതിൽ ഇപ്പം നമുക്കറിയാമല്ലോ, മെഡിറ്ററേനിയനിലോ റെഡ് സീയിലോ ഒക്കെ തന്നെ അവരവരുടെ പിന്നെ പ്രസൻസ് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അറ്റാക്കിനെ സർവൈവ് ചെയ്യാനായിട്ടൊന്നും അവർക്ക് സാധിക്കണമെന്നില്ല. കാരണം അവരുടെ ബങ്കറുകളോ അവരുടെ ടണലുകളോ അവരുടെ ഈ സപ്ലൈ ചെയിനോ ഒക്കെ തന്നെ കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര കാലത്തേക്ക് അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും?
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന സമയത്ത് അതിനൊരു റിലാക്സേഷൻ ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഉടക്കെപ്പോഴും എവിടെയാണ്? രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനപ്പെട്ട ഉടക്ക്. ഒന്ന്, അങ്ങനെ ഞങ്ങളെ ഡിസാം ചെയ്തിട്ട് പോകാനായിട്ട് കഴിയില്ല, ഞങ്ങളെ നിരായുധീകരിക്കാൻ കഴിയില്ല. രണ്ട്, ഇവിടുത്തെ ഗവർണൻസിൽ ഞങ്ങൾക്ക് പങ്കുണ്ടായിരിക്കണം. ഇത് അവരുടെ താല്പര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇതുവരെ അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാര്യത്തിന് അവർ വഴങ്ങുമോ ഇല്ലയോ, അവിടെ പുതുതായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിനെ ശരി വിലയിരുത്താൻ ശരി കഴിയൂ. ശ്രീ പണിക്കർ, ശ്രീ മോഹൻ വർഗീസ് അത് തന്നെയാണല്ലോ. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഹമാസിന് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? നിരായുധീകരണം എന്ന് പറയുമ്പോൾ ഹമാസ് തന്നെ ഇല്ലാതാകുന്നതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം തന്നെയാണ്. അപ്പോൾ മാത്രമല്ല അവരുടെ താവളങ്ങളൊക്കെ നിർവീര്യമാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. പിന്നെ അവർക്ക് ഇനി വരാൻ പോകുന്ന ഭരണകൂടത്തിൽ പ്രാതിനിധ്യമില്ലാതാകും. അപ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഹമാസ് എന്നൊരു ഘടകമേ ഇല്ലാതാകും. അതിനവർ സമ്മതിക്കുമോ? അങ്ങനെ സമ്മതിച്ചാൽ ഹമാസ് പിന്നെ ഇല്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഹമാസിനെ നിലനിർത്തുന്നത്. ഒന്ന്, സൈനിക യൂണിറ്റ് എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ സമിതി എന്ന നിലയിൽ മാത്രമല്ല, ഒരു വയബിൾ മിലിറ്റന്റ് ഗ്രൂപ്പ് എന്ന നിലയിലുള്ള സൈനികമായ ഒരു അസ്തിത്വം, അത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഹമാസ് ഇല്ല. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ അസ്തിത്വം, അതിൻ്റെ ഭരണകൂടത്തിൻ്റെ ചാലകശക്തി എന്ന നിലയിലുള്ള അസ്തിത്വം കൂടി ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഹമാസ് വിമുക്ത ഗാസ എന്ന ഇസ്രയേലിൻ്റെ ലക്ഷ്യം അമേരിക്കയുടെ സഹായത്തോടു കൂടി, ഈ പീസ് പ്ലാൻ്റെ സഹായത്തോടു കൂടി നടപ്പായി എന്ന് തന്നെയാണ് കരുതാവുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം ഹമാസ് അംഗീകരിച്ചാൽ ഒരുപക്ഷെ ഹമാസ് പിരിച്ചുവിടുന്നതിന് തുല്യമായിരിക്കും അത് അംഗീകരിക്കുന്നത്. അപ്പോൾ പിന്നെ നോക്കുന്നത് മറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഹമാസ് ഇനിയും ഒരു ഫ്രഷ് ലീസ് ഓഫ് ലൈഫാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ദേ വിൽ ബി ഡിമാൻഡിങ് സർട്ടൻ റൈഡേഴ്സ്. ചില കാര്യങ്ങളിൽ എഗ്രിമെൻ്റ് ഉണ്ട്. തങ്ങൾക്ക് നേരത്തെ ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ചതുപോലെ ഈ ബന്ദികളെ വിട്ടു കൊടുക്കുന്നതിന് കാര്യമായ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം വേണമെങ്കിൽ അവർക്ക് മേനി നടിക്കാം. ഞങ്ങൾ നേരത്തെ ശ്രീ ഷക്കീർ പറഞ്ഞതുപോലെ ഞങ്ങൾ 20 ബന്ദികളെ വിട്ടുകൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരക്കണക്കിന് ബന്ദികളെയാണ്, ആയിരക്കണക്കിന് തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടുതരുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു നേട്ടമായി വേണമെങ്കിൽ ഹമാസിനെ വേണമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ. തടവുകാരുടെ എണ്ണം കൂടുതലായതുകൊണ്ടല്ലേ? തടവുകാരുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ്. കാരണം വലിയ തോതിലുള്ള പലസ്തീനിയൻ തടവുകാരാണ് ഇസ്രായേലിലുള്ളത്. അപ്പോൾ അങ്ങനെ മുൻകാലത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഇസ്രായേലി ഭടനെ വിട്ടുകൊടുക്കാൻ വേണ്ടി 100 കണക്കിന് പലസ്തീനിയൻസിനെ മോചിപ്പിച്ച ചരിത്രമുണ്ട് ഇസ്രായേലിന്. അതുകൊണ്ട് അത് തീർച്ചയായും അത് നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അവരെ പൗരന്മാർക്ക്, ഇസ്രായേലി പൗരന്മാർക്ക് ആ രാജ്യം കൊടുക്കുന്ന വലിയൊരു വില ആ രീതിയിൽ മാത്രമേ നമുക്ക് കാണാനാവൂ. മറ്റൊരു രീതിയിലും അതിനെ കാണാനാവില്ല. അതുകൊണ്ട് അത് ഹമാസിൻ്റെ ഒരു വിജയം എന്ന നിലയിൽ എണ്ണാനാവില്ല. പക്ഷേ ഇനി മറുവശം നോക്കൂ, ഇസ്രായേലിന് ഇതുകൊണ്ട് വലിയ നേട്ടങ്ങൾ തീർച്ചയായും ഉണ്ടാവുന്നു എന്ന് കാണാം. കാരണം ദിസ് ഈസ് ബേസിക്കലി ടൈലർ മെയ്ഡ് ഫോർ സെർവിങ് ഇസ്രായേലി ഇൻട്രസ്റ്റ്. ഇസ്രായേലി സെക്യൂരിറ്റി അവിടെ ഗ്യാരണ്ടി ചെയ്യുകയാണ്. ഹമാസ് ഡീമിലിറ്ററൈസ് ചെയ്താൽ, ആയുധങ്ങൾ താഴെ വെച്ചാൽ അതിനർത്ഥം എന്താണ്? ഹമാസിൻ്റെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും പാലസ്തീനിയൻ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഒരു രീതിയിലുള്ള ആക്രമണവും ഉണ്ടാവില്ല. അതുകൊണ്ട് ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈമാണ് അത്. രണ്ട്, ഈ ഹമാസ് നിയന്ത്രിച്ചിരുന്ന ഗാസയും ഫത്ത പാർട്ടി അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശവും തമ്മിൽ ഈ കരാറിൽ ഒരു ധാരണയുമില്ല. വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റങ്ങൾ അവിടെയും ഉണ്ടാകുന്നുണ്ട്. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതേക്കുറിച്ച് ഈ കരാർ മൗനം പാലിക്കുന്നു. അതിനർത്ഥം എന്താണ്? സമഗ്രമായ ഒരു പാലസ്തീൻ ഉടമ്പടി അല്ല ഇത്. ഈ കാര്യം ഹമാസ് നിയന്ത്രിച്ചിരുന്ന ഗാസയെ മാത്രം ബൈഫർക്കേറ്റ് ചെയ്തുകൊണ്ട് ഗാസ പീസ് പ്ലാനാണ്. ഇതിൻ്റെ നേട്ടം ഇസ്രായേലിനാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശാല പലസ്തീൻ, സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന ആശയം ഫ്രീസറിൽ തൽക്കാലത്തേക്കെങ്കിലും ഒരിക്കൽ കൂടി ഫ്രീസറിൽ വയ്ക്കാൻ കാരണമാകും. ഇപ്പോൾ ലോകം ആവശ്യപ്പെടുന്നു, ഇപ്പോൾ വേണ്ടത് വെടിനിർത്തലാണ്. തീർച്ചയായും ആണല്ലോ, വെടിനിർത്തലാണ്. തീർച്ചയായും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഇസ്രായേലിന് മേനി നടിക്കാം, ഹമാസിന് തലയൂരാൻ സാധിക്കും. വെടിനിർത്തൽ കൊണ്ട് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇനി കുറേ ഏറെക്കാലത്തേക്കെങ്കിലും പലസ്തീനിയൻ കോസ്, അതായത് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ കോസ് ഒരിക്കൽ പോലും സർഫസ് ചെയ്യാത്ത രീതിയിൽ തൽക്കാലത്തേക്കെങ്കിലും സീൽ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഡീൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭാവിയിലെ ഒരു ഗവർണൻസിൽ പലസ്തീനിയൻ അതോറിറ്റിയുടെ പങ്ക് പറയുന്നില്ല. അറബ് രാജ്യങ്ങളുടെ പങ്ക് നേരിട്ട് പറയുമ്പോൾ അത് ഗാസയ്ക്ക് വേണ്ടി മാത്രമുള്ള അറബി പദ്ധതിയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ആശ്വസിക്കാം, ഇസ്രയേലിന് വലിയ ആഹ്ലാദമുണ്ടാകും. അതെന്തുകൊണ്ടാണ്? ഇസ്രയേൽ ഭയന്നൊരു കാര്യമുണ്ട്. ഒക്ടോബർ 7, 2023 ഹമാസ് നടത്തിയ ആക്രമണം യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ 1200 പേരെ കൊന്നു എന്നത് മാത്രമല്ല ഇവിടെ വിഷയം.
ഒരു ഗ്ലോബൽ ലെവലിൽ പാലസ്തീനിയൻ കോസ് സജീവമായി നിലനിർത്താൻ കഴിഞ്ഞു. ഇസ്രയേലിൻ്റെ തിരിച്ചടി, അതിൽ 66,000-ൽ പരം പേരുടെ ജീവഹാനി സംഭവിച്ചു. ഒരുപാട് പേര് നിസ്സഹായരായ കൊച്ചുകുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെയാണ്. ലോക മനസാക്ഷി ഉണർന്നു, ഗ്ലോബൽ ഫ്ലോട്ടില്ല അതൊക്കെ നീങ്ങി. അപ്പോൾ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം ലഭിച്ചു. അങ്ങനെ ലോക മനസ്സുകളിൽ ഇസ്രയേലിനെ ചെറിയ ഒറ്റപ്പെടൽ സംഭവിച്ചു. ചെറുതല്ല, സാമാന്യം വലിയ ഒറ്റപ്പെടലാണ് ഇസ്രയേലിനും അമേരിക്കയും സംഭവിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാട് മാറ്റുന്നത്. പ്രത്യേകിച്ച് ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള ഐക്യരാഷ്ട്ര സംഘടനയിലെ വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗങ്ങളുടെ ചുവട് മാറ്റം അത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് ലോക മനസാക്ഷി മാറും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഒരു പരിഹാരം വേണം. ആ ചെറിയ പരിഹാരം മാത്രമാവണം. അത് പലസ്തീനിയൻ കോസിൽ എത്തി നിൽക്കുന്ന പരിഹാരമാവരുത്. സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ സംഭവിക്കരുത്. കുറച്ചുകൂടി നീണ്ടുപോയാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകും. അല്ലെങ്കിൽ അമേരിക്കയുടെ മാത്രം പിന്തുണയിൽ ഇസ്രയേൽ മുന്നോട്ട് പോകേണ്ടി വരും. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് തൽക്കാലം വിട്ടുകൊടുക്കുക. തങ്ങൾ വിട്ടുകൊടുത്തു എന്ന പ്രതീതി തന്നെ ഉണ്ടാകുന്നതാണ് ഇസ്രയേൽ ഇപ്പോൾ നല്ലത്. അല്ലാതെ ഇസ്രയേൽ ജയിച്ചു എന്ന പ്രതീതി ഇസ്രയേലിന് തന്നെ അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഡിപ്ലോമാറ്റിക്കലി ഒരു വലിയ ബ്ലണ്ടറാണ്. ഷാക്കിർ ഇപ്പോഴും അത് ഹമാസിന്റെ വിജയമായിട്ട് കാണുകയാണ് അല്ലേ? എന്നോടാണോ? ഷാക്കിർ അതായത് ഞാൻ നിങ്ങൾ ദയവ് ദുർവ്യാഖ്യാനം ചെയ്യല്ലേ. ഞാൻ ഹമാസിന്റെ വക്താവല്ല, ഹമാസിന്റെ വിജയമായിട്ട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇദ്ദേഹം ഒടുവിൽ പറഞ്ഞൊരു സംഗതി ഇല്ലേ, അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെടുമ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ ഇക്കാലം അത്രയും ഒരു നൂറ്റാണ്ടോളം ഇവരുടെ കൂടെ നിന്ന ആളുകൾ ഉൾപ്പെടെ ശക്തമായി അപ്പുറത്തേക്ക് എന്താ പറയുക സമാധാനത്തിന്റെ പക്ഷത്തേക്ക് പോകുമ്പോൾ നിക്കക്കണ്ണില്ലാണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഏറ്റവും പുതിയ വാർത്തകൾ, നിങ്ങൾക്ക് എവിടുന്ന ഈ വാർത്ത കിട്ടുന്നത് മനസ്സിലാവുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നതനുസരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഫലസ്തീനിൽ, അതായത് ഇസ്രായേലിന്റെ ബോംബിംഗ് റെഡ്യൂസ് ചെയ്തത്, അതായത് നിർത്തിയെന്നല്ല, ഡൊണാൾഡ് ട്രംപ് കൃത്യമായി നെതന്യാഹുവിന്റെ മേൽ സമ്മർദ്ദിച്ചിട്ട് പറഞ്ഞത് ബോംബിംഗ് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്. ഇന്ന് വൈകുന്നേരം 20ഓളം ആളുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഹമാസിന്റെ പേര് പറഞ്ഞ് മാത്രം ഈ വിഷയത്തെ വേറെ രീതിയിൽ കൊണ്ടുപോകുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഹമാസിനെ ആക്രമിക്കാനാണോ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഫലസ്തീനില് ഗസയിൽ നിന്ന് മുഴുവൻ ഫലസ്തീൻ ഒഴിഞ്ഞു പോകണമെന്ന് 2 ദിവസം മുമ്പ് വരെ നെതന്യാഹു ആക്രോശിച്ചതാണ് നമ്മൾ കണ്ടതല്ലേ. അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല, ഒരു എന്താ പറയാ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ എന്റെ തൊട്ടു മുമ്പ് സംസാരിച്ച അദ്ദേഹം വളരെ കൃത്യമായി ഒടുവിൽ അത് പിന്നെ പറഞ്ഞു. അതായത് ഒരു നിരക്കും ഇസ്രായേലിനും അമേരിക്കക്കും മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം, അവർക്കൊരു പക്ഷേ അവരുടെ ആയുധം പ്രയോഗിക്കാൻ കഴിയും. പക്ഷെ ലോക മനസ്സാക്ഷി ഇവർക്കെതിരാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ, നിരപരാധികൾ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും ഫലസ്തീനൊപ്പം ചേരുകയാണ്. അത് ഹമാസിനൊപ്പമല്ല, നമ്മൾ ആരും ഹമാസിനൊപ്പമല്ല. ഇവിടെ ആക്രമണം നടത്തിയത് ആരാണ്? ആയുധം താഴെ വെക്കുന്നത് ആരാണ്? ആയുധം പ്രയോഗിക്കുന്നത് ഇസ്രായേലാണ് ആയുധം താഴെ വെക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഹമാസിന്റെ പേരിൽ കൊട്ടി വെക്കുന്നത്? എത്ര മനുഷ്യരെയാണ്, ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഈ ഇസ്രായേൽ ഈ ഒരു ചെറിയ അടുത്ത കാലത്ത് നടത്തുന്ന മാത്രം യുദ്ധത്തിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ദിവസം വരെ ഗസയിൽ ഒരു തരത്തിലുള്ള ഫലസ്തീനിയന്മാർ ജനവാസം അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൾ അതിൽ നിന്ന് പിറകോട്ട് പോയില്ല. ഇസ്രായേൽ ഹമാസാണ് പിറകോട്ട് പോയത്. ഹമാസ് അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ശക്തി കുറവാണ്, അവർക്ക് പിന്തുണ കുറവാണ്. എന്നാൽ അപ്പുറത്ത് അങ്ങനെയല്ലല്ലോ. അപ്പുറത്ത് അമേരിക്കയുടെ എല്ലാ ഒത്താശയോടും കൂടിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. നേരത്തെ ബ്രിട്ടന്റെ, അതുപോലെ തന്നെ ഫ്രാൻസിന്റെ, ഒരു കാലത്ത് സോവിയറ്റ് റഷ്യ, അങ്ങനെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു. എല്ലാവരും സമാധാനത്തിന്റെ പക്ഷത്തേക്ക് വന്നു. അപ്പൊ നിങ്ങൾ ഹമാസ് കീഴടങ്ങുകയാണ് എന്ന് ചർച്ച വെച്ചാല് ഹമാസ് അല്ല കീഴടങ്ങുന്നത്. ഇവിടെ ഇസ്രായേലിന് തോൽവി സംഭവിക്കണം. ആരോട്? ലോക മനസാക്ഷിയോട്. സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്ക് മുമ്പിലും ഇസ്രായേൽ തോറ്റുപോവുകയാണ്. കൂട്ടത്തിൽ അമേരിക്ക തോൽക്കുകയാണ്. ഇന്ന് ട്രംപ് മുന്നോട്ട് വെച്ച സംഗതികളോട് ഇപ്പോഴും ഒത്തുതീർപ്പ് ഈ ഗാസ ഡീല് പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായതായി നമ്മളാരും ഒരു വാർത്ത കൂടി കണ്ടിട്ടില്ല. താൽക്കാലികമായി ചെറിയൊരു പരിഹാരം ഉണ്ടായപ്പോ പലസ്തീൻ തെരുവ് ഗസയിൽ ഇപ്പോ ആഘോഷ നൃത്തം ചെയ്യുന്നുണ്ട് പലസ്തീനിൽ. എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഹമാസ് കീഴടക്കിയത് കൊണ്ടാണോ? അല്ല. ഗാസയിൽ ഹമാസിനെതിരെയും മുൻപ് പ്രകടനം നടന്നിട്ടുള്ളതാണ്. അല്ലല്ല ശ്രീ ഷാക്കിർ, നമ്മൾ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്. ഗാസയിലെ ജനത ഈ ദുരിതത്തിന് കാരണക്കാർ ഹമാസ് ആണെന്ന് പറഞ്ഞ് അവിടെ പ്രകടനം നടത്തിയിട്ടുള്ളതാണ്. നിങ്ങള് പിന്നെ ഞാൻ അങ്ങനെ പറയുമ്പോൾ തിരിച്ചു പറഞ്ഞാൽ എന്നെ ഹമാസിന്റെ വക്താവായി കൂട്ടരുത്. നേരത്തെ പ്രിയപ്പെട്ട സി ജി പണിക്കർ അങ്ങനെ തിരിച്ചു താങ്കൾ പറയുന്നത് അങ്ങനെയാണല്ലോ. താങ്കൾ അല്ലല്ല ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് താങ്കൾ പറയുന്നത്. ഹമാസിനെ അനുകൂലിച്ചും ഇസ്രായേലിനെ എതിർത്തും പറയുമ്പോൾ അത് ഹമാസിന്റെ വക്താവായിട്ട് തന്നെയല്ലേ? അല്ല, തെറ്റാണ്. നിങ്ങൾ കൊടുത്തത് ഇത് ഹമാസ് കീഴടങ്ങുകയാണെന്ന്. ഹമാസ് അല്ല കീഴടങ്ങുന്നത്, ഇസ്രായേലിന്റെ തോൽവിയാണ്.
അതായത് ഞാൻ പോട്ടെ, ഹമാസ് അവർക്ക് കീഴടങ്ങിയില്ലെങ്കിൽ ഈ ഗാസ സമാധാന പദ്ധതി വരില്ല. ഹമാസിനോട് ഒരു പക്ഷേ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ അറബ് രാഷ്ട്രങ്ങളാവട്ടെ, ഇപ്പൊ ഖത്തർ പോലെയുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാവട്ടെ, ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഈ യുദ്ധത്തിനെതിരാണ്. അത് ആര് നടത്തിയതിനെതിരാണ്? നിരപരാധികളെ കൊല്ലുന്ന ഈ ഏർപ്പാട്. ഹമാസ് ഒരാളെ രണ്ടാളെ കൊല്ലുമ്പോ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രായേൽ കൊല്ലുന്നില്ലേ? അപ്പൊ ആരുടെ ആയുധമാണ് താഴെ വെക്കുന്നത്? ആരോടാണ് ട്രംപ് ആയുധം പിന്നെ ബോംബിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ട്രംപ് ആരോടാണ് പറഞ്ഞിട്ടുള്ളത്? നെതന്യാഹുവിനോടാണ് അല്ലേ? ഇന്ന് വൈകുന്നേരം 20 പേരെ കൊന്നത് നെതന്യാഹുവിന്റെ സൈന്യമല്ലേ, ഇസ്രായേലല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 20 പേരെ അങ്ങോട്ട് കൊടുത്തപ്പോ 1000 ആളെ ഇങ്ങോട്ട് കൊടുക്കുന്നത് ഒരു സ്വാഭാവികമായ സംഗതിയാണ്. പലസ്തീനിയന്മാർ കൂടുതൽ തടവുകാരുണ്ടല്ലോ, അതുകൊണ്ട്. ശ്രീ പണിക്കർ, ഇത് ശരിയാണ്, നെതന്യാഹുവിനോട് നിർത്താൻ പറഞ്ഞിട്ടും നിർത്തുന്നില്ല. ഇപ്പോൾ ഷാക്കിർ പറഞ്ഞത് ശരിയാണ്, വീണ്ടും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഗാസയിൽ. നിങ്ങൾ ദയവായിട്ട് നോക്കൂ, ഈ ഒരു പ്ലാൻ അവിടെ പൂർണ്ണമായിട്ടും ഇതുവരെ എന്താണ് ഇംപ്ലിമെൻറ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ 2 യൂണിറ്റുകളും അവരുടെ സ്വതന്ത്രമായിട്ടുള്ള നിലയ്ക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെർസിസ്റ്റന്റ് ത്രെട്ടാണ്, ഒരു ലോങ് ടേം ത്രെട്ടാണ്. അതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് കൂടിയാണ്. അത് വളരെ ഡിക്ലെയർഡ് ആയിട്ടുള്ള അവരുടെ പോളിസിയിൽ തന്നെ ഉള്ളതാണ്. ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിസൻസിന് അവർ സുരക്ഷിതത്വം ഒരുക്കേണ്ടതുണ്ട്, അവരുടെ രാജ്യത്തിന് അവർ സുരക്ഷിതത്വം ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെറർ യൂണിറ്റ്, ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ടെറർ യൂണിറ്റ് അവരുടെ നെയ്ബറായിട്ട് വരുന്നതിനെ അവർക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് അവരുടെ ഇന്റർനാഷണലി സ്റ്റേറ്റഡ് ആയിട്ടുള്ള പൊസിഷനാണ്. ആ പൊസിഷനിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലിനും ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രീ ഷാക്കിർ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഹമാസിന് ഇതേപോലെ ഒരു ഡിക്ലെയർഡ് പോളിസി ഉണ്ട്. ഹമാസിന്റെ ഫൗണ്ടിങ് ചാർട്ടറിൽ തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെന്താണ്? ഈ ഭൂലോകത്ത് ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യം ഉണ്ടാകരുത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇസ്രായേലിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹമാസ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ഫോം ചെയ്തിരിക്കുന്ന സംഘടനയുടെ ചാർട്ടറിലുള്ളതാണ്. എന്നിട്ട് ആ ഒരു രാജ്യവുമായിട്ട്, അതായത് നമ്മൾ ആരെയാണോ ഇല്ലാതെയാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരുമായിട്ടൊരു ഉടമ്പടിയിലേക്ക്, ഷാക്കിറിന്റെ വാക്കാണ്, ഒരു ഉടമ്പടിയിലേക്കാണ് വരുന്നത് എങ്കിൽ പോലും അതവരുടെ പരാജയമല്ലേ? അതായത് ഞാൻ ആരെയാണോ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, ആരാണോ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടത്, അവരുമായിട്ട് ഞാൻ സന്ധി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയിക്കുന്നത് ഹമാസ് ആണോ അതോ ഇസ്രായേലാണോ? ഏറ്റവും സിമ്പിളാണ്. ഞാൻ പറഞ്ഞ ലോജിക്കലി നമ്മൾ ചിന്തിച്ചു നോക്കൂ. 1. 2, ഇവിടെ കീഴടങ്ങേണ്ടി വരുന്നത്, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു. 2, കീഴടങ്ങേണ്ടി വരുന്നത് ആരാണ്? ഒരു സെക്കൻഡ്, പറഞ്ഞോളൂ ഷാക്കിർ, പറഞ്ഞോളൂ. നിങ്ങളിപ്പോ പറഞ്ഞ ശ്രീജിത്ത് പണിക്കരോട് ഒരു ചെറിയ സംശയം. നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന്റെ ലക്ഷ്യം. അതാണോ ഏതാണ്ട് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണ്? പലസ്തീൻ പിടിച്ചെടുത്ത് പലസ്തീൻ എന്ന രാജ്യത്തെ കയ്യേറി അവിടെ ആ നാട്ടുകാരെ ആട്ടി ഓടിക്കലല്ല ഇവരുടെ ലക്ഷ്യം? അതല്ല ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകളെ പലായനം ചെയ്യിപ്പിക്കുന്നു, ഒരുപാട് ആളെ കൊല്ലുന്നു. അതെങ്ങനെയാണ്? എത്ര കാലമായി? 917 ചോദിച്ചില്ലേ ഇനി ഞാൻ മറുപടി അല്ലേ പറയേണ്ടത്? ഇനി എന്റെ സമയം എടുക്കല്ലേ? ഇനി അല്ല, ചോദ്യം പിടികിട്ടി. ഷാക്കിർ ചോദ്യം പിടികിട്ടി. ഇനി ഞാൻ മറുപടി പറയട്ടെ. നോക്കൂ, ഇത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പും നിരവധി തവണ ഇതേപോലെയുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഈ പ്രവിശ്യകളെല്ലാം തന്നെ ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇറ്റ്ഷാഖ് റാബിന്റെ കാലത്താണെങ്കിലും ആൾക്കാരുടെ എല്ലാവരുടെയും പേര് ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഓരോ ആളിന്റെയും കാലത്ത് ഗ്രാജുവലായിട്ട് ഇവർ അവിടെ നിന്നെല്ലാം തന്നെ പിന്മാറി പോയിട്ടുണ്ട്. അതായത് ഈ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നു. ഈ ഗാസ സ്ട്രിപ്പിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അവർ ഒക്യുപ്പൈ ചെയ്യുന്നു. ഒക്യുപ്പൈ ചെയ്തതിന് ശേഷം ഗ്രാജുവൽ ആയിട്ടുള്ള വിഡ്രോവൽ എന്ന് പറയുന്നത് ഇതിനു മുമ്പ്, അത് 90കളുടെ അവസാനത്തിൽ, 2000-ൽ, 2010-കളിലൊക്കെ തന്നെ ഇസ്രായേൽ ചെയ്യുന്നതാണ്. പിന്നീട് ഒരു പ്രൊവക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അറ്റാക്ക് ചെയ്യേണ്ടി വരുന്നു. അല്ലാതെ ഈ പ്രവിശ്യ അനക്സ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണെന്നുള്ളതാണ് ക്ലിയർ ഡിക്ലെയർഡ് പോളിസിയാണ്. അത് ഡിക്ലെയർഡ് പോളിസിയാണ്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചാർട്ടറിൽ ഇസ്രായേലിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഹമാസ് പറയുന്നത്. എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് കീഴടങ്ങാനായിട്ട് തയ്യാറായിട്ട് വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരാജയമാണ്. അതായത് അവിടെ ഇസ്രായേൽ ഇല്ലാതെയാകുന്നില്ല. ഇവിടെ കീഴടങ്ങേണ്ടി വരുന്നത് ആരാണ്? നമ്മുടെ ഈ ഉടമ്പടി ഉണ്ടല്ലോ, ഈ ഉടമ്പടി അനുസരിച്ച് കീഴടങ്ങേണ്ടി വരുന്നത് ആരാണ്? അമേരിക്കയുടെ പ്ലാൻ. നേരത്തെ ശ്രീ ഷാക്കിർ പറഞ്ഞതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നെതന്യാഹുവും ട്രംപും കൂടി ചേർന്നിരിക്കുന്ന, അമേരിക്കയുടേതെന്ന് പറയുന്ന, എന്നാൽ അമേരിക്കയും ഇസ്രായേലും ചേർത്തുണ്ടാക്കിയിരിക്കുന്ന പ്ലാൻ. ആ പ്ലാനിൽ കീഴടങ്ങാൻ ആരോടാണ് ഷാക്കിർ പറയുന്നത്? ഇസ്രായേലിനോടാണോ പറയുന്നത്? കീഴടങ്ങാൻ പറയുന്നത് ഹമാസിനോടാണ്. നിങ്ങൾ കീഴടങ്ങൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നരകമായിരിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത്, ഗാസയിൽ നൃത്തം ചെയ്യുന്നു. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ.
ഗാസയിൽ നൃത്തം ചെയ്യുന്നത് ആരാണ്? അവിടെ സമാധാനം പുലരുന്നു എന്നതിൻ്റെ പേരിൽ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ഇതിൻ്റെ എല്ലാം തന്നെ ഈ ബ്രണ്ട് ബെയർ ചെയ്യുന്നതിന് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന പാവം പാലസ്തീനികളാണ്. ആ പാലസ്തീനികളുടെ വികാരത്തിനൊപ്പമാണ് ഈ ലോകരാജ്യങ്ങളെല്ലാം. ഹമാസിനൊപ്പമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹമാസ് പാലസ്തീനികളുടെ വികാരമല്ല പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഹമാസുകാർ തന്നെ ഹമാസ് പാലസ്തീനികളുടെ താല്പര്യമല്ല പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ പാലസ്തീനികൾ തന്നെ ഹമാസിനെതിരെ പ്രകടനം നടത്തിയത് താങ്കൾ കണ്ടില്ലേ? അപ്പോൾ ഇപ്പോൾ അവിടെ സമാധാനം പുലരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട പാലസ്തീനികളാണ് അവിടെ സന്തോഷം ആഘോഷമൊക്കെ നടത്തുന്നത്. ഹമാസുകാർ എവിടെയെങ്കിലും ആഘോഷം നടത്തുന്നത് ഷാക്കിർ കണ്ടോ? ഏതെങ്കിലും ഒരു ചിത്രമോ വിഷ്വൽസോ കണ്ടോ? അതില്ല. അതെന്തുകൊണ്ടാണ്? അത് ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഇപ്പോൾ അഫ്രീഡിയും മറ്റും ചെയ്തിരിക്കുന്നത് പോലത്തെ സെലിബ്രേഷനായി പോകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഡിസാം ചെയ്യപ്പെടണോ, അവിടെ വരുന്ന ട്രാൻസിഷണൽ ഗവർണൻസിൽ അവർക്ക് പങ്കു വേണോ വേണ്ടയോ, ഈ കാര്യത്തിലാണ് അവരുടെ പ്രതിസന്ധി. അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാതെ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നത്? പാവപ്പെട്ട ആൾക്കാർക്ക് സെലിബ്രേറ്റ് ചെയ്യാം. കാരണം യുദ്ധം തീരുക എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷദായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും തന്നെ ഹമാസിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ പിന്നീട് നടക്കേണ്ടത് എന്താണ്? ഗാസയിൽ ഒരു വലിയ റീകൺസ്ട്രക്ഷൻ പരിപാടി നടത്തണം. അവിടെ ജനവാസത്തിന് യോഗ്യമായ രീതിയിലത്തേക്ക് വരണം. അതൊരു ലോങ് ടേം പ്ലാനാണ്. അപ്പോൾ ആ ഒരു ലോങ് ടേം പ്ലാൻ നടക്കുന്ന സമയത്ത് അമേരിക്ക മുൻകൈ എടുത്തിട്ടാണ് ഈ മധ്യസ്ഥത നടത്തുന്നത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ലോങ് ടേമിലേക്കുള്ള റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ട്രാൻസിഷണൽ ഗവൺമെൻറ് വരുമ്പോൾ അത് ദീർഘകാലം നിൽക്കും. എന്ന് വെച്ചാൽ അവിടെ ഉടനെ തന്നെ ജനാധിപത്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടോ ഉടനെ തന്നെ ഒരു വോട്ടെടുപ്പ് കൊണ്ടുവരുന്നതിനോ ഒന്നും ആയിരിക്കില്ല പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗാസ റീബിൽഡിങ്ങിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു സ്വതന്ത്ര രാജ്യമായി പ്രവർത്തിക്കുന്ന, സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് വിദൂരമാണ്. അത് ഉടനെ ഒന്നും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു നോൺ ത്രട്ടണിങ് ഗാസ, അതായത് ഇസ്രായേലിന് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ടാക്കാത്ത ഒരു ഗാസ അമേരിക്കയുടെ തന്നെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റീകൺസ്ട്രക്ഷൻ ഏറ്റവും കൂടുതൽ ഹിതകരമാകുന്നത് ആർക്കാണ്? നിസ്സംശയം പറയാം, ഇസ്രായേലിനാണ്. 2, ഗവേണൻസിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹമാസ് നിരായുധീകരിക്കപ്പെടണം, ഹമാസ് ട്രാൻസിഷണൽ ഗവേണൻസിൽ ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ ഗവേണൻസിലേക്ക് ഹമാസിനെ പൂർണ്ണമായിട്ടും ബൈപ്പാസ് ചെയ്യണമെന്നാണ്. എന്ന് വെച്ചാൽ ഹമാസ് രഹിത ഭരണം അവിടെ ഉണ്ടാകണം എന്നാണ്. എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? അവർക്ക് ആംസ് തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന രീതിയിലോ ഒരു ആംഡ് മിലിറ്റന്റ് യൂണിറ്റ് എന്ന രീതിയിലത്തേക്കോ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു റിസർജൻസിനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുകയാണ്. അവിടുത്തെ റീബിൽഡിങ്ങിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ലാതെ വരികയാണ്. അത് ആർക്ക് അഡ്വാൻറ്റേജ്? അത് താല്പര്യമുള്ളത് ആർക്കാണ്? താല്പര്യമുള്ളത് ഇസ്രായേലിനാണ്, അല്ലാതെ ഹമാസിന് ഇതിന് താല്പര്യമില്ല. 3-ാമത്തേത് ഡീമിലിറ്ററൈസേഷൻ ആണ്. ഈ ഡീമിലിറ്ററൈസേഷൻ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഒരു സുദീർഘമായിട്ടുള്ള കാലയളവിലേക്ക് റീകൺസ്ട്രക്ഷനിൽ മാത്രം ഫോക്കസ് വരുന്ന സമയത്ത് ഹമാസിന്റെ മിലിറ്ററി കേപ്പബിലിറ്റി ഇല്ലാതെയാകുന്നു. ആ പറയുന്ന സമയത്ത്, അതായത് നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം എന്ന് ഹമാസിനോട് പറയുമ്പോൾ തൊട്ടടുത്ത മിനിറ്റിൽ ഇസ്രായേലിന്റെ IDF അവിടെ നിന്ന് പോകുമെന്നാണോ ഷാക്കിർ പ്രതീക്ഷിക്കുന്നത്? അത് പോവില്ല. അതിനൊരു വിഡ്രോവൽ പ്ലാൻ ഉണ്ടാകും, ഷോർട്ട് ടൈം ലോങ് ടൈം പ്ലാൻ ഉണ്ടാകും. ആ പ്ലാൻ പ്രകാരമേ പോവുകയുള്ളൂ. എന്ന് വെച്ചാൽ ഗാസ സ്ട്രിപ്പ് കൂടുതൽ സമയത്തേക്ക് ഒക്യുപ്പൈ ചെയ്യുന്നത് IDF തന്നെയായിരിക്കും, അല്ലാതെ ഹമാസിൻ്റെതല്ല ട്രാൻസിഷൻ ഉണ്ടാകുന്നത്. ഗ്രാജുവൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഗ്രാജുവൽ വിഡ്രോവൽ എന്ന് പറയുന്നത് IDFൻ്റെയാണ്, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസിൻ്റെതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ പറയുന്ന ഒരു പീസ് എഗ്രിമെന്റിലേക്ക് ഹമാസ് വന്നാൽ അത് ഹമാസിന് ഒരു തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാക്കില്ല. മറിച്ച് അത് മുഴുവനും ഇസ്രായേൽ എങ്ങനെയാണോ ഗാസ സ്ട്രിപ്പിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വന്നു ചേരുക. അത് ഹമാസിന് ഗുണകരമായ ഒരു കാര്യം അല്ല. അത് ശരിയുമാണല്ലോ ശ്രീ MS വേണുഗോപാൽ. താങ്കൾ നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചതാണ്, ഇതൊരു ചീറ്റിംഗ് എഗ്രിമെന്റ് തന്നെയാണ് എന്ന്. ഇപ്പോൾ പക്ഷേ ഷാക്കിർ പറയുന്നത് ഇത് ഹമാസിന്റെ വിജയമായി മാറുമെന്നാണ്. ഹമാസിൻ്റെ വിജയമായി മാറണമെങ്കിൽ ഒന്നുകിൽ ഗാസ, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക്, അല്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്രം, ഇതിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഈ 20 അംഗ പ്ലാനിൽ വരണ്ടേ, 20 സ്റ്റെപ്പിലുള്ള പ്ലാനിൽ വരണ്ടേ? ഇതിൽ യാതൊന്നും പറയുന്നില്ലാണ് ഗാസയുടെ ഭാവി എന്താണ്, അല്ലെങ്കിൽ പലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഭാവി എന്താണ്, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ എന്ത് നടക്കും, അതുപോലും പറയുന്നില്ല. ഇപ്പം തന്നെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, പലസ്തീൻ എന്ന് പറയുന്ന നിലവിലുള്ള അതോറിറ്റിയിൽ പോലും ജനാധിപത്യമില്ല, അവിടെ നീതിന്യായ വ്യവസ്ഥയില്ല. അപ്പോൾ ഇതൊന്നും ഒരു ബാർബേറിയൻ കൺട്രി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നാക്കി നല്ലൊരു സാംസ്കാരിക അല്ലെങ്കിൽ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആക്കി ഞങ്ങളിത് കൊണ്ടുവരാനുള്ള പദ്ധതി എന്നുള്ള രീതിയിലാണ് ഈ 20 പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്ലാനിനകത്ത് സത്യത്തിൽ ഹമാസിനെ നിരായുധീകരിച്ച് അവരെ നിർവീര്യമാക്കി എന്നത്തേക്കുമാക്കി ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അറേബ്യൻ രാഷ്ട്രങ്ങൾക്കറിയാം, പാകിസ്ഥാനും തുർക്കിക്കും വരെ അറിയാം. പക്ഷേ അവരും ഗത്യന്തരമില്ലാതെ
ഇതിനെ ഹേയ് പറയുകയാണ്, സലാം അടിക്കുകയാണ്. അപ്പോൾ ട്രംപ് ഒരു മഹത്തായ കാര്യം ചെയ്തു എന്ന് അവരെല്ലാവരും അംഗീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹമാസിന് ഒന്നുകിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി മരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ പീസ് എഗ്രിമെൻറ്റ് അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് എവിടെയാണോ ആ ഭാഗത്ത് ഒതുങ്ങി ജീവിക്കാം എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഹമാസിനെ ഇപ്പോഴും പൂർണ്ണമായിട്ട് അവർക്ക് കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇത്രയും അടിച്ച് തകർത്തിട്ട് പോലും ഈ ഗുഹയ്ക്കകത്തും മറ്റ് അണ്ടർഗ്രൗണ്ടിലുമൊക്കെയുള്ള അവരുടെ ആയുധങ്ങൾ പോലും പൂർണ്ണമായിട്ടും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിൻ്റെ നിർവീര്യമാക്കാനോ കഴിഞ്ഞിട്ടില്ല. അതിന് അവർ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ജനങ്ങളെ ഇതുപോലെ തന്നെ ബന്ദികളാക്കിക്കൊണ്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ, ആ ബന്ദികളാക്കിയ ജനങ്ങളാണിപ്പം അവിടെ ആഘോഷിക്കുന്നത്. കാരണം ഈ ബന്ധനത്തിൽ നിന്ന് ഞങ്ങൾ മുക്തനാകുന്നല്ലോ എന്നുള്ളൊരു സന്തോഷവും കൂടെ അവർക്ക്. ശ്രീത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞു. അത് അവർ സ്വാഭാവികമായിട്ടും ആഹ്ലാദിക്കും. കാരണം അവർ നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. അവർ ചെകുത്താനും ഹമാസിന് പക്ഷേ അങ്ങനെ ആഹ്ലാദിക്കാൻ പറ്റുകയില്ല. അല്ല, ചെകുത്താനും നടുക്കടലിനും ഇടയ്ക്കെന്ന് പറഞ്ഞ പോലെയാണ്. അവർ ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണവും നേരിടുന്നു, പുറകിൽ നിന്ന് ഹമാസിൻ്റെ തോക്ക് ചൂണ്ടലും നേരിടുകയാണ്. അപ്പോൾ ഇത് പട്ടിണിക്കും പരിവട്ടത്തിനും ഒപ്പം ഈ രണ്ട് ചെകുത്താനും നടുക്കടലിലും ചേർന്ന് അവരെ സപ്രസ് ചെയ്യുന്നതിൽ നിന്ന് മാറിയല്ലോ, എന്ത് വന്നാലും വേണ്ടില്ല, നമുക്ക് ജീവിക്കാനുള്ളൊരു അവസരം കിട്ടുമല്ലോ, ഇങ്ങനെ പിച്ച തണ്ടേണ്ട അവസ്ഥ ഇല്ലല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് അവർ ആഹ്ലാദമായിട്ട് അവിടെ പ്രകടിപ്പിച്ചത്. ഈ പീസ് പ്ലാൻ പൂർണ്ണമായിട്ടും ഞാൻ കണക്കാക്കുന്നത് ഭാവിയിൽ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന, ബൈബിളിൽ പറയുന്ന അതേ ഇസ്രായേൽ ആയിരിക്കണമെന്നില്ല, കാരണം നൈൽ മുതൽ അല്ലെങ്കിൽ യൂഫ്രട്ട് നദീതീരം വരെ വരുന്ന ആ വിശാലമായ ഒരു ഇസ്രായേൽ അല്ലെങ്കിലും പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രമില്ലാത്ത ഒരു ഇസ്രായേലിനെയാണ് അവർ സൂത്രത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്ന് പറഞ്ഞ് പലസ്തീൻ ജനതയെ എങ്ങോട്ടെങ്കിലും അവർ ഓടിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്തൊക്കെ തന്നെ കഴിഞ്ഞു കൂടുന്നതിനൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ എത്രയോ മുസ്ലിം താമസിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ വലിയ രാജ്യത്ത് സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടാം എന്നുള്ള ഒരു പദ്ധതിയിലേക്കാണ് ഇത് കാലക്രമത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് സത്യം. ഈ പീസ് ഡീല്, അവിടുത്തെ പുനരധിവാസം എന്നൊക്കെ പറയുന്നത് വർഷങ്ങൾ നീളുന്ന പ്രോസസ് ആയിരിക്കും. വാക്കുകളിൽ കേൾക്കാൻ രസമാണ് എല്ലാം ഉണ്ടെങ്കിലും അത് അവരുടെ അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നല്ലോ. ഗാസ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നാണ് ട്രംപും നെതന്യാഹുവും കൂടെ തീരുമാനിച്ചത്. ഇന്ത്യയുടെ നിലപാടിനെ എങ്ങനെ കാണുന്നു ശ്രീ മോഹൻ വർഗീസ്? ട്രംപിന്റെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി. ഇന്ത്യക്ക് വ്യക്തമായ നിലപാട് എക്കാലത്തും ഉണ്ടായിരുന്നു. ഇന്ത്യ പലസ്തീനിയൻ കോസിനോടൊപ്പമാണ്. പക്ഷേ ഇന്ത്യ പാലസ്തീനെയാണ് അംഗീകരിക്കുന്നത്, ഹമാസ് എന്ന സംഘടനയല്ല. എന്നാൽ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പോൾ പാലസ്തീന് വേണ്ടി അല്ലെങ്കിൽ പാലസ്തീൻ കോസ് എന്ന രൂപം ഏറ്റെടുത്തുകൊണ്ട് ഹമാസ് പോരാടുന്നു. ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിലാണ് യുദ്ധം, അല്ലാതെ പാലസ്തീനിയൻ ജനതയും ഇസ്രായേലും തമ്മിലല്ല. അത് അങ്ങനെ ആയി വരുന്നതാണ്. അപ്പോൾ ഇവിടെ 5 സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇന്ത്യ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുകയാണ്. ഈ 5 സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വാച്ച് ചെയ്യുന്നുണ്ട്. നമ്പർ 1 സ്റ്റേക്ക് ഹോൾഡർ അത് മറ്റാരുമല്ല, പലസ്തീനിയൻ ജനത തന്നെയാണ്. ഏതാണ്ട് 1 കോടിയിൽ താഴെ വരുന്ന 23 ലക്ഷം പേര് വരുന്ന ഗസയിലെ ജനസംഖ്യയും തത്തുല്യമായ നമ്പേഴ്സ് വെസ്റ്റ് ബാങ്കിലും ജെറുസലമിലും എല്ലാം വരുമ്പോൾ ഒരു 66 ലക്ഷം പേര് വരുന്ന പലസ്തീനിയൻ ജനത. ആ ജനതയോട് എക്കാലത്തും ഐക്യദാർഢ്യമുണ്ട്. കാരണം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഈ ഡിവൈഡഡ് പോപ്പുലേഷനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ഇന്ത്യൻ നിലപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്കാലത്തും അത് ഈ അടുത്ത സമയത്ത് അതിനൊരു കുറവ് വന്നിട്ടുണ്ടോ എന്ന സംശയം ചില കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹമാസിൻ്റെ ആക്രമണം ഒക്ടോബർ 7, 2023 സംഭവിച്ചപ്പോൾ അതിനെ ശക്തമായി ഇന്ത്യ അപലപിച്ചു. ഇസ്രയേലിന് ആദ്യഘട്ടത്തിൽ ഇന്ത്യ പൂർണ്ണ പിന്തുണയും നൽകി. കാരണം എന്തുകൊണ്ടാണ്? ആക്രമണ വിധേയമാകുന്ന രാജ്യത്തിന് നൽകുന്ന പിന്തുണയായി മാത്രം അതിനെ കണ്ടാൽ മതി. പക്ഷേ അത് തെറ്റിദ്ധരിക്കേണ്ട, അത് ഈ പറയുന്ന ഹമാസിനെ ഉള്ള പിന്തുണയായി അതിനെ തെറ്റിദ്ധരിക്കേണ്ട, ഇസ്രായേലിനുള്ള പൂർണ്ണ പിന്തുണയായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് ഇന്ത്യ നിലപാട് പിന്നീട് വ്യക്തമാക്കി, പലസ്തീനിയൻ കോസ് വേറെ, ഹമാസിൻ്റെ ആക്രമണം വേറെ. അതുകൊണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ അതിനകത്ത് നിലപാട് വ്യത്യാസമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സായ പാലസ്തീനിയൻ ജനതയോടുള്ള ഐക്യദാർഢ്യം, അതുകൊണ്ടാണ് ഇന്ത്യ ട്രംപിൻ്റെ സമാധാന പദ്ധതി അംഗീകരിച്ചത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡർ അത് ഈ ഹമാസാണ്. ഹമാസിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്ത്യയുടെ വിഷയമേ അല്ല. അതുകൊണ്ട് ഇന്ത്യ അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇന്ത്യ ഒരു നിലപാടും എടുക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ എന്ന രാജ്യം ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. ഇസ്രായേലിൻ്റെ സുരക്ഷ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അതുകൊണ്ട് അറബ് രാജ്യം 4ാമത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സായ അറബ് രാജ്യങ്ങളെയും 3ാമത്തെ സ്റ്റേക്ക് ഹോൾഡറായ ഇസ്രായേലിനെയും
ഒരേപോലെ കണ്ടുകൊണ്ട് സമദൂരം പാലിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളുമായും സുഗമമായി ഇടപെടാനൊക്കുന്ന ഒരു നിലയിലേക്ക് എത്തുക എന്നതാണ് ഇന്ത്യയുടെ നയം. അത് റഷ്യ ഉക്രൈൻ വിഷയത്തിലും അറബ് ഇസ്രായേൽ വിഷയത്തിലും എല്ലാം തന്നെ ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാടാണ്. അഞ്ചാമത്തെ സ്റ്റേക്ക് ഹോൾഡർ വളരെ നിഗൂഢമായ സ്റ്റേക്ക് ഹോൾഡറാണ്. അത് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയാണ് അഞ്ചാമത്തെ സ്റ്റേക്ക് ഹോൾഡർ. ഇവിടെ ലോക പോലീസിൻ്റെ വേഷം അമേരിക്ക താഴെ അടിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ലോക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയെ പോലും നിയന്ത്രിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും പീസും ബ്രോക്കർ ചെയ്യുന്ന അമേരിക്കയുടെ നിലപാട്, അതിനോട് എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിക്കുന്നത് എന്ന് അമേരിക്കൻ പദ്ധതിയെ ഇന്ത്യ തത്വത്തിൽ അംഗീകരിക്കുന്നുവെങ്കിലും ഇതത്ര ആശാസ്യമായ ഒരു കാര്യമാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല ട്രേഡ് ശരിയാണ്. ഈ സമാധാന നിർദ്ദേശങ്ങളിലെ ഒരു പ്രധാനപ്പെട്ടത് ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ എന്തെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ലെന്ന് ഹമാസും മറ്റു വിഭാഗങ്ങളും സമ്മതിക്കണം എന്നുള്ളതാണ്. അതായത് അതിൽ തുരങ്കങ്ങളും ആയുധ നിർമ്മാണശാലകളും ഉൾപ്പെടെ എല്ലാ സൈനിക ഭീകര ആക്രമണോത്സുക അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും പുനർനിർമ്മിക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ്. അതിൽ സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസയെ സൈനിക വിമുക്തമാക്കുന്ന ഒരു പ്രക്രിയയും ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായിട്ടും ഒരു കീഴടങ്ങളിലേക്ക് തന്നെ വരും ഷാക്കിർ. അല്ലെങ്കിൽ ഹമാസ് ഇത് അംഗീകരിക്കരുത്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു മറ്റൊരു ദിശയിലേക്ക് പോകും. ഗാസ സമാധാന പദ്ധതി പൊളിയും. പക്ഷേ എനിക്ക് നിങ്ങളോട് സാധാരണ തോന്നുകയാണ്, ഞാൻ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ദയവ് തെറ്റിദ്ധരിപ്പിക്കണ്ടേ. ഞാൻ ഇസ്രായേലും അമേരിക്കയും അതിന്റെ എതിരെ ഹമാസിനെ അല്ല ആക്രമിക്കുന്നത്. ആക്രമിക്കുന്നത് നിരപരാധികൾ ഫലസ്തീനികളല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കും, ഇപ്പൊ തൊട്ട് മുമ്പ് മോഹൻ വർഗീസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് കേട്ടു നോക്കുക. അദ്ദേഹം ഒരു പരിധി വരെ വളരെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വാചകത്തോടെ എനിക്ക് വിയോജിപ്പുള്ളത്, യുദ്ധത്തിന്റെ ഇരകളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെന്നറിയില്ല. ഈ മഹാത്മാഗാന്ധി മരിക്കുന്നതിന് മുമ്പ് 1948 ഇസ്രായേൽ രാജ്യം ഇവർ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പ്രഖ്യാപിച്ച സമയത്ത് മഹാത്മാഗാന്ധിജി പറഞ്ഞത് ബ്രിട്ടന് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടൻ പോലെ അറബുകൾക്ക് അതേ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പലസ്തീൻ. 2 വർഷം മുൻപ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തെയാണ് ഇന്ത്യ അപലപിച്ചത്. ശ്രീ സാക്കിർ, അത് പലസ്തീനെതിരെയുള്ള ഒരു നിലപാടായിരുന്നില്ല. പലസ്തീനികൾക്കെതിരെയുള്ള ഒരു നിലപാടായിരുന്നില്ല. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെയുള്ള നിലപാടായിരുന്നു അത്. മറ്റന്നാൾ അതിന്റെ 2ാം വാർഷികം വരാൻ പോവുകയാണ്. എന്നും പറയാൻ സമ്മതിക്കും പ്ലീസ്. ശ്രീജിത് പണിക്കർ മറ്റൊരു നിങ്ങൾക്ക് ഇസ്രായേലിൽ എന്തെങ്കിലും സംഭവിക്കും വലിയ ബേജാറുണ്ടോ? ഇസ്രായേൽ എന്ന ക്രൂരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുമ്പോ ഈ ശ്രീജിത് പണിക്കരെ പോലെയുള്ള ആളുകൾക്ക് വലിയ ബേജാറുണ്ടല്ലോ. എനിക്ക് മനസ്സിലാവുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ലോക ജനത, ലോക രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് പലസ്തീന് സമാധാനം ഉണ്ടാവണമെന്നാണ്. ആ സമാധാനത്തിനെതിരെ അമേരിക്കയും ഇസ്രായേലുമാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? അമേരിക്കയും ഇസ്രായേലും പറയുമ്പോൾ ഹമാസിന് പറയേണ്ട. ഹമാസിന്റെ സൈനികരെ അല്ല ഇവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കൊലപ്പെടുത്തിയതും നിരപരാധികളായിട്ടുള്ള ഗാസയിലെ ജനങ്ങളെ ഷീൽഡാക്കി വെക്കുന്നതും ഹമാസ് തന്നെയാണ്. നിങ്ങൾ നേരത്തെ അദ്ദേഹം പറയും 23 ലക്ഷം ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ആ 23 ലക്ഷം ജനങ്ങൾ വലിയ വിഭാഗത്തെ ഇവർ ഇപ്പൊ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഒരു കൂട്ടർ പലായനം ചെയ്തു. ഇപ്പൊ 2 ദിവസം മുമ്പ് നെതന്യാഹു പറഞ്ഞത് എന്താണ്? ഗസയിലെ ഈ മുഴുവൻ 23 ലക്ഷം ജനങ്ങളും മാറി താമസിക്കണമെന്നാണ്. ഇപ്പൊ ഇവർ മാറി താമസിച്ചു 23 ലക്ഷമാണ്. ഒരു കുട്ടി പോലും പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രകടനത്തിന്റെ വിഷ്വൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ്? കൈ കൊട്ടിക്കൊണ്ട് അവർ ഒരു തരം നൃത്തമാടുകയാണ്. ഇസ്രായേൽ എത്ര ബോംബ് വർഷിച്ചാലും അമേരിക്ക എത്ര പിന്തുണ കൊടുത്താലും ഞങ്ങളുടെ ജന്മരാജ്യത്ത് നിന്ന് ഒരടി പിറകോട്ട് പോകുന്ന മാറി നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾക്കില്ല. അതിനേക്കാൾ നല്ലത് ഇവിടെ മരിച്ചു വീഴുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ തെരുവിലിറങ്ങിയത് ഹമാസ് ആണോ? അത് നിങ്ങൾ എന്താണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഹമാസ് അല്ല, പലസ്തീനിയന്മാരാണോ? പലസ്തീനി ജനങ്ങളാണോ? ഹമാസിനെ മറ പിടിച്ച് ആ നിരപരാധികളെ കൊല്ലുന്നതിന് കൂട്ടു നിൽക്കാൻ പാടുണ്ടോ? നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. നമ്മൾ ആരും ഹമാസ് എന്ന സംഘടനയെയോ അവരുടെ പ്രവർത്തനത്തെയോ അല്ല. ഇപ്പൊ 194 രാജ്യങ്ങളിൽ 12 രാജ്യങ്ങൾ മാത്രമാണ് UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്നത്. അവരിപ്പോ ഇല്ലാതെയായി. എന്താ കാരണം? അത് ഹമാസിന് സപ്പോർട്ടാണോ? അല്ലല്ലോ. അവിടെ പലസ്തീനിൽ സമാധാനം ഉണ്ടാവട്ടെ. ആ പലസ്തീൻ മണ്ണ് പലസ്തീൻ ജനതയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ. അവിടെ പോയി പിടിച്ചെടുക്കാനുള്ള അമേരിക്കയും ഇസ്രായേലിന്റെ ശ്രമത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ലോക രാജ്യങ്ങളിൽ 90% ആളുകൾ പറയുമ്പോൾ അവിടെ നിങ്ങൾ ഹമാസിന് ചുറ്റിപ്പറ്റി അതിന് തകർക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലിന് ക്ഷീണം പറ്റുമ്പോൾ അവിടെ സങ്കടപ്പെടണം നിൽക്കല്ലേ? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് സന്തോഷത്തോടെ ഇപ്പൊ പ്രകടനം നടത്തുന്നത് ഹമാസിന്റെ ആളുകളല്ല, പലസ്തീൻ ജനത തന്നെയാണോ? അവരെന്തിനാണ് സന്തോഷിക്കുന്നത്? യുദ്ധം അവസാനിച്ച് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്ന സന്തോഷത്തിലാണ്. ശരി, മറുപടി അല്ലല്ല
ഇസ്രായേലിന് അനുകൂലമായി താങ്കൾ സംസാരിച്ചതിനെയാണ് ഷാക്കിർ എതിർക്കുന്നത്. അല്ല നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഷാക്കിർ. ഹമാസ് എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നതാണ് ഷാക്കിർ. ആ ഒരു ജനാധിപത്യ മര്യാദ കാണിക്കണം. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ബഹളം ഉണ്ടാക്കാമായിരുന്നു. അല്ലല്ല കുറച്ച് പൗരബോധം കാണിക്കാം. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ അലമ്പാമായിരുന്നു, ഞാൻ ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് മറുപടി കേൾക്കുക. ഞാനിത് പറയുന്ന ഉടനെ താങ്കൾ പ്രൊവോക്ഡ് ആവുകയും താങ്കൾ ഹമാസിന്റെ വക്താവ് അല്ലാതാവുകയും മറ്റുള്ളവർ ഇസ്രായേലിന്റെ വക്താക്കളായിട്ട് താങ്കൾ കാണുകയും ഒക്കെ ചെയ്യുന്നത് എന്തോ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന് ഞാൻ മറുപടി ആദ്യം പറയട്ടെ. ഒന്ന്, ഹമാസിനെ ചർച്ചയിൽ മൊത്തം ആദ്യം മുതൽ അവസാനം വരെ ന്യായീകരിക്കുകയും എന്നാൽ ഹമാസിന്റെ വക്താവല്ല എന്ന് പറയുകയും എന്നാൽ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് രണ്ട് പൊസിഷനുകളും പറയുന്ന ആൾക്കാരെ ഇസ്രായേലിന്റെ വക്താക്കളാണ് എന്ന് സ്ഥിരം രീതിയിലത്തേക്ക് ചാപ്പയടിക്കുകയും ചെയ്യുകയാണ് താങ്കൾ ഇവിടെ ചെയ്യുന്നത്. ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് താങ്കൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പ്രതിനിധി അല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്ല വാദിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം അറ്റാക്കും നേരിട്ടിട്ടുള്ളത് കൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ചുമതല അതിന്റെ ബൗണ്ടറി സംരക്ഷിക്കാൻ. ഞാൻ പറയട്ടെ നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ പതിവാണ് ഷാക്കിർ. അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പതിവാണ്. മഞ്ജുഷ്, ഇങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം ചർച്ചയ്ക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമാണ്. നിങ്ങളോടുള്ള വാദത്തിനുള്ള മറുപടിയാണ്. നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ഞാൻ ഈ തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ ഷാക്കിറിന് എന്താ പൊള്ളുന്ന? എന്തിനാ ഇന്ത്യയെ ആക്രമിച്ച തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ എന്നെ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ? അപ്പം ഉണ്ടായിരിക്കും നമ്മൾ ഇന്ത്യക്കാരല്ലേ ഷാക്കിർ? നമ്മൾ ഇന്ത്യക്കാരല്ലേ ഷാക്കിറെ? നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തുന്നത് ഭീകരരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ത്യക്കെതിരെ, ഇന്ത്യ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെതിരെ തീവ്രവാദി ആക്രമണം നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ മുച്ചൂടും മുടിക്കുന്ന രീതിയിലത്തേക്ക് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തി. എന്തിനാ ഷാക്കിറെ? നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുക, ജനതയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പ്രതിജ്ഞ. അവരെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിഞ്ഞല്ലോ. അവരെ കൊന്നതിന്റെ ഡിക്ലറേഷൻ നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേട്ടല്ലോ. ഷാക്കിർ അറിഞ്ഞില്ലേ? ഷാക്കിറിന്റെ ചന്ദ്രികയിൽ അത് അടിച്ചു വന്നില്ലേ ഷാക്കിറെ? ഷാക്കിറിന്റെ ചന്ദ്രികയിലും വായിക്കുന്ന സുപ്രഭാതത്തിലൊന്നും അടിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല. ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, നിൽക്കട്ടെ. കണ്ടോ, ഇന്ത്യയെ പറ്റി പറയുകയും തീവ്രവാദികളെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ അവരുടെ വക്താക്കളല്ലാത്ത ഷാക്കിർ എന്തിനാ അതിന് പറയുന്നേ? തീവ്രവാദികളെ പറ്റിയാ ഷാക്കിറെ പറയുന്നത്. പ്രകോപനം കൊള്ളണ്ട ഷാക്കിറെ. ഞാൻ പറയുന്നത് തീവ്രവാദികൾക്കെതിരെ, നിങ്ങൾക്കെതിരെ അല്ലെന്നേ ഷാക്കിറെ. ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന് പറയട്ടെ. ഷാക്കിറെ ബഹളം ഉണ്ടാക്കല്ലേ? തീവ്രവാദികൾക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ രോഷം കൊള്ളുന്നേ? ഞാൻ പറയുന്ന പോയിന്റ് തീവ്രവാദികൾക്കെതിരെയാണെന്നേ. മഞ്ജുഷ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. തീവ്രവാദികളുടെ ബേസ് ഉണ്ടായിരുന്ന സമയത്ത് അതിനെ നമ്മൾ ആക്രമിച്ചത് എന്തിനാ? പഹൽഗാമിൽ നമ്മുടെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ആക്രമിച്ചപ്പോ ഇന്ത്യ തിരിച്ചടിച്ചു. നമ്മുടെ പൗരന്മാരെ ഇവിടെ കൊന്നപ്പോ 28, 26, 23 പൗരന്മാരെ അല്ലേ കൊന്നത്? എന്നാൽ സമാനമായിട്ടുള്ള ആൾക്കാരെ അപ്പുറത്ത് കൊന്നിട്ട് നമ്മൾ അതങ്ങ് നിർത്താം എന്നല്ല തീരുമാനിച്ചത്. മറിച്ച് ഇതിനു വേണ്ടിയിട്ട് ആക്രമണത്തിന് വന്നിരിക്കുന്നവന്റെ എയർബേസുകൾ അടക്കം മുടിക്കും, അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം ചുട്ടരിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചു. നമ്മളത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലും നമ്മളത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഏതാണ് പ്രൊപ്പോർഷനേറ്റ് എന്നും ഏതാണ് ക്ലോഷർ എന്നും തീരുമാനിച്ചത് ആരാണ്? നമ്മുടെ രാജ്യമാണ് തീരുമാനിച്ചത്. അതേപോലെ 2023 ഒക്ടോബർ 7 നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു സംഗീത നിശ ഇസ്രായേലിൽ ആഘോഷിക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കാനായിട്ട് ആയിരക്കണക്കിന് റോക്കറ്റുകൾ അങ്ങോട്ട് അയച്ച് 1200 മുതൽ 1500 ആൾക്കാരെ വരെ കൊന്നപ്പോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തിരിച്ചടി ഏതാണ് എന്ന് ഇസ്രായേലിന് തീരുമാനിക്കാം. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, അല്ലാതെ ഹമാസ് പോലൊരു ടെററിസ്റ്റ് യൂണിറ്റ് അല്ല. നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാൻ, നമ്മുടെ കാശ്മീർ പഹൽഗാമിലെ അറ്റാക്കിന് വന്നിരിക്കുന്നത് പോലത്തെ ഒരു ടെററിസ്റ്റ് യൂണിറ്റ് ആണ്, ഒരു രാജ്യമല്ല. അതുകൊണ്ട് ഒരു രാജ്യം എടുക്കുന്ന തീരുമാനത്തിനെ UN പോലും അവർക്ക് തിരിച്ചടിക്കാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് UN-ന്റെ ചാർട്ടറിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ വക്താവാകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഷാക്കിറെ, നമ്മൾ വക്താവല്ലെങ്കിലും. പക്ഷെ ഒരു തീവ്രവാദി സംഘടനയെ വെളുപ്പിക്കാനായിട്ട് നമ്മൾ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘടനയെ ഇവിടെ ആക്രമിച്ചത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നേ? നിങ്ങൾ എന്തിനാ എന്നെ തടസ്സപ്പെടുത്തുന്നേ? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ ഷാക്കിറെ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ? ജിന്നയുടെ മുസ്ലിം ലീഗ് അല്ലല്ലോ നിങ്ങളുടേത്. പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളെ പറ്റി പറയുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്താനായിട്ട് നിങ്ങൾ പോകുന്നത് എന്തിനാ? ഞാൻ അതാണ് പറഞ്ഞത്. ഇത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എടുക്കുന്ന തീരുമാനമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തേ ഷാക്കിറെ? ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തേ?
ഇന്ത്യൻ ഗവൺമെന്റ് എന്താ സംഖ്യകളല്ലല്ലോ, സംഖ്യകളാണോ? ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സംഖ്യകളാണോ? ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സംഖ്യകളാണോ ഷാക്കിറെ? ശരി ശ്രീത്ത് ഒരു അവസരം ഷാക്കിറിന് കൂടി. ഷാക്കിർ എന്താണ്? അല്ല, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കാൻ അവസാനം പറയണ്ടേ? അതായത് നിങ്ങൾ വെള്ള പൂശി പോവല്ലേ? ആ പഹൽഗാമിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങള്, ഇന്ത്യക്കാരുടെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടിക്കാതെ നിങ്ങൾ ഈ ജാതി കൊലപ്പെടുത്തിയല്ലോ. കൊലപ്പെടുത്തിയടോ സാറേ, ഇതൊക്കെ അറിയണ്ടേ? ചന്ദ്രിക വായിക്കണ്ടേ? പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് തിരിച്ചടി നൽകുകയും ചെയ്തു. അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രഖ്യാപനം. ഷാക്കിറെ, ചന്ദ്രികയും സുപ്രഭാതവും മാത്രം വായിച്ചുകൊണ്ടിരുന്ന ഇതാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞിരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിച്ചെന്നേ, അതിലുണ്ടായിരുന്നു. ഈ ഗാസയ്ക്ക് വേണ്ടി താങ്കൾ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ടല്ലോ, ആ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉമ്മാനെ കൊന്നു പീസാക്കിയ വാർത്ത വന്നതന്നേ. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അത് ചന്ദ്രികയിൽ അച്ചടിച്ച്. ശരി, ആ തർക്കത്തിലേക്ക് പോകേണ്ട. ഇനി ശ്രീ കള്ളക്കഥയോ? ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിനെ വിശ്വാസമില്ല, ഹമാസ് പറയുന്ന വിശ്വാസമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിനെ വിശ്വാസമില്ല, യാഹിയ സിൻവർ ഒക്കെയുള്ള ഹമാസ് പറയുന്നതാണ് ഷാക്കിറിന് വിശ്വാസം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ പേര്? നിങ്ങളുടെ പാർട്ടിയുടെ വേണുഗോപാൽ, താങ്കൾ കരുതുന്നുണ്ടോ നാളെ വൈകിട്ട് അമേരിക്കൻ സമയം നാളെ വൈകിട്ട് 6 മണിയോടുകൂടി ഗാസ സമാധാന പദ്ധതി നിലവിൽ വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, അതത്ര പെട്ടെന്ന് നിലവിൽ വരാൻ സാധ്യതയില്ല. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര പെട്ടെന്ന് അവർ സമ്മതിച്ചു കൊടുക്കാൻ യാതൊരു വിധത്തിലും ന്യായമില്ല. അവർ ചിലപ്പോൾ കുറച്ച് ബന്ദികളെ വിട്ടുകൊടുക്കും, അതിനപ്പുറം മറ്റൊരു കാര്യത്തിലേക്ക് അവരിപ്പോൾ പോകില്ല. പക്ഷേ അവരുടെ അന്ത്യം വരെ ഈ കാര്യത്തിനായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് നിന്നാൽ തീർച്ചയായിട്ടും പിന്നീട് വരുന്നത് പലസ്തീൻ എന്നുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പേരിൽ പോലും ആരും മുറവിളി കൂട്ടാനില്ലാതാകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. ഈ പ്ലാൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ പ്ലാനാണ്. ഈ പ്ലാനിൽ പലസ്തീൻ ഇല്ല. ശരിയാണ്. അപ്പം ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുമെന്ന് 54% പ്രേക്ഷകർ, ഇല്ല എന്ന് 42%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.